Hello മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം, സുസ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് തകർത്തിയിലെ സെറ്റ് മസാലയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് മിനിറ്റ് ഓഫ് പ്രിപ്പറേഷൻ ആണ് മക്കളെ. അടിപൊളിയായിട്ട് തന്നെ പോകണം, കൈവിടാതെ പോകണം. എല്ലാ പ്രാവശ്യവും സാറ് ക്ലാസ്സിൽ പറയുന്നതാണ്, എല്ലാ സാറുമാരും എല്ലാ മിസ്സുമാരും പറയുന്ന കാര്യമാണ്. സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് വർക്ക് ഹാർഡ് ടിൽ ദി എൻഡ്. ഓക്കെ, ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ മക്കളെ, സോ എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പോ ഒരു ഹാർട്ട് ഔട്ടേടാ ചാറ്റ് ബോക്സിൽ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പോ ഒരു ഹാർട്ട് ഔട്ടേടാ മക്കളെ ചാറ്റ് ബോക്സിൽ. ഹലോ അനന്തു, ഒരു തംസപ്പോ ഒരു ഹാർട്ട് ഔട്ടേടാ മക്കളെ. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ യെസ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അറിയാലോ മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രിയിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് 12th. സാമാന്യം നല്ലൊരു എന്താ പറയുക, കോൺസെപ്റ്റ്ലി ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്, എല്ലാവർക്കും അറിയാം. സോ ലെറ്റ്സ് ഇമീഡിയറ്റ്ലി ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, എല്ലാം റെഡി ആണല്ലോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇംപേഷ്യൻ്റ് ആവരുത്. ഓക്കെ, തിയറിയും കുറച്ച് കവർ ചെയ്യും, പ്രോബ്ലംസും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സിലേക്ക് സാറ് പെട്ടെന്ന് പോകുമെന്ന് പറയരുത് മക്കളെ. അതെപ്പോഴും ഉള്ളൊരു സംഭവമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ ടൈപ്പ് സ്റ്റുഡൻസും ഉണ്ട് ക്ലാസ്സിൽ. ഓക്കെ, വെയിറ്റ്, എല്ലാ ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും. ഓക്കെ മക്കളെ, ഗുഡ് ഈവനിങ് ഡാ മക്കളെ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾക്കറിയാം, രണ്ട് ടൈപ്പ് സെൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാ മക്കളെ? ഗാൽവനിക് സെല്ലും, ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഗാൽവനിക് സെൽ എന്നാൽ എന്താണ്? ഗാൽവനിക് സെൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന്, ആരോ ശ്രദ്ധിക്കുക, കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ആള്. ഫോർ എക്സാമ്പിൾ, ഒരു ബാറ്ററിയുടെ ഉള്ളിൽ എന്താണ്? ഒരു മാജിക് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ബാറ്ററിയുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ജമ്പലക്കടി പമ്പ മന്ത്രം ചൊല്ലുന്നുണ്ടോ? ദ റിയാക്ഷൻ ഇസ് ഹാപ്പനിങ് ഓൺ ഇറ്റ്സ് ഓൺ. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, ആ റിയാക്ഷൻ സ്വയം നടക്കുന്നതാണ്. സോ ഡെൽറ്റ ജി ഇസ് ലെസ് ദാൻ 0 ഫോർ ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിന്റെ വേറെ പേരെന്താ മക്കളെ? Galvanic cell is also called as voltaic cell കേട്ടോ. Galvanic cell is also called as voltaic cell. അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെൽ അറിയാലോ മക്കളെ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത റിയാക്ഷനെ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നടത്തിക്കുക. ഫോർ എക്സാമ്പിൾ, വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് H2O2 കമ്പൈൻ ചെയ്ത് വെള്ളമാവും സ്പോണ്ടേനിയസ്ലി. പക്ഷേ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് H2O2 ആക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. സോഡിയവും ക്ലോറിനും സ്പോണ്ടേനിയസ്ലി റിയാക്ട് ചെയ്ത് NaCl വരും. പക്ഷേ NaCl നിന്ന് സോഡിയവും ക്ലോറിനും ജനറേറ്റ് ചെയ്യണമെങ്കിൽ, NaCl ഉപ്പിൽ നിന്ന് സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസും ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. സോ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസിനെ നടത്തിക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. അത്തരത്തിൽ ഉള്ള സെൽസ് ആണ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു ഡ്രൈവ് കെമിക്കൽ റിയാക്ഷൻസ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ മക്കളെ, ഓരോ സ്ലൈഡിൽ നിന്നും ഓരോ പോയിന്റ്സ്, സിമ്പിൾ പോയിന്റ്സ് ആണ്, ബട്ട് ദേ ആർ എക്സ്ട്രീംലി യൂസ്ഫുൾ. ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗാൽവനിക് സെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൽ ബേസിക്കലി 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ കണ്ടെയ്നർ എന്താണ്? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, കാത്തോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെല്ലിൽ ആനോഡ് റിയാക്ഷൻ എന്താണ്? സിങ്ക് ഗിവിങ് യു Zn2+ +2 ഇലക്ട്രോൺ അല്ലേ മക്കളെ. കാത്തോഡ് റിയാക്ഷൻ എന്താണ്? Cu2+ +2 ഇലക്ട്രോൺ ഗിവിങ് യു Cu അല്ലേ മക്കളെ. സോ ആനോഡിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ഇലക്ട്രോൺസ് നേരെ ഏണി കയറി കാത്തോഡിലേക്ക് പോകും. ഓക്കെ, അവിടെ നിന്ന് കാത്തോഡിൽ ഈ Cu2+ ആ ഇലക്ട്രോൺസിന് എടുത്ത് റെഡ്യൂസ് ആവും. സോ ബേസിക്കലി ഡാനിയൽ സെല്ലിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയാണ്? ആനോഡ് ഇസ് എ നെഗറ്റീവ് ടെർമിനൽ. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ന് വെച്ചാൽ അതിൻ്റെ ആനോഡാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വെയർ ഓക്സിഡേഷൻ ഹാപ്പൻസ്. ആനോഡിലാണ് ഓക്സിഡേഷൻ ഹാപ്പൻസ്. ആൻഓക്സ് ഓർത്ത് വയ്ക്കുക. കാത്തോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. കാത്തോഡാണ് പോസിറ്റീവ് ടെർമിനൽ. മനസ്സിലായല്ലോ മക്കളെ. ഇനി കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക്. അതായത് ഈ ബാറ്ററിയുടെ പുറത്ത് ഇതാണല്ലോ ബാറ്ററിയുടെ എക്സ്റ്റേണൽ ഇത്.
ബാറ്ററിയുടെ പുറത്ത് ഇലക്ട്രോൺ ഇസ് ഫ്ലോയിങ് ഫ്രം ആനോഡ് ടു കാത്തോഡ്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? കാത്തോഡ് ടു ആനോഡ് ആയിരിക്കും. പുറത്ത് ഔട്ട്സൈഡ് കറണ്ട് ഫ്ലോ ഇസ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. നോക്കിക്കാൻ മക്കളെ, C to A. ഔട്ട്സൈഡ് ബാറ്ററിയുടെ പുറത്ത് കാത്തോഡ് ടു ആനോഡ് ആണ് കറണ്ട് ഫ്ലോ, ഇലക്ട്രോൺ ഫ്ലോ ആനോഡ് ടു കാത്തോഡ്. ഉള്ളിലോ? വാട്ട് അബൌട്ട് ഇൻസൈഡ്? ഇൻസൈഡ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക, ഇപ്പോൾ ഈ ബാറ്ററിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്നർ റീജിയൻ. ഇന്നർ റീജിയനിൽ നിങ്ങൾ നോക്കിക്കുക മക്കളെ, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ല പോകുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും മക്കളെ? കറണ്ടിന്റെ ഫ്ലോ ഇസ് ബേസിക്കലി ഫ്രം ആനോഡ് ടു കാത്തോഡ്. ഓക്കെ, അപ്പോൾ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ഇസ് ഫ്രം ആനോഡ് ടു കാത്തോഡ്. പുറത്ത് നോക്കുകയാണെങ്കിൽ കാത്തോഡ് ടു ആനോഡ്. ഓക്കെ ഫൈൻ. യൂഷ്വലി അവരിപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്സൈഡ് തന്നെ എടുക്കുക. കറണ്ട് ഫ്ലോ ഇസ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. ഓക്കെ മക്കളെ, ഫൈൻ. ഇൻസൈഡ് എന്ന് എസ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആനോഡ് ടു കാത്തോഡ് ആണ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ, സിമ്പിൾ ലോജിക് ആണ്. നെക്സ്റ്റ്, സോൾട്ട് ബ്രിഡ്ജിന്റെ ഉപയോഗം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡാനിയൽ സെല്ലിൽ സോൾട്ട് ബ്രിഡ്ജ് വേണം. സോൾട്ട് ബ്രിഡ്ജിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട് പലതവണ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോൾട്ട് ബ്രിഡ്ജിന്റെ കുറച്ച് പോയിന്റ്സ് കാണാം പെട്ടെന്ന്, ടക്കെന്ന്. സോൾട്ട് ബ്രിഡ്ജ് എന്താ മക്കളെ? യു ഷേപ്ഡ് ആണ്. ഓക്കെ, യു ഷേപ്ഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. സോൾട്ട് ബ്രിഡ്ജ് ഇസ് ബേസിക്കലി യു ഷേപ്ഡ് അല്ലേ? ആൻഡ് ഇറ്റ് ഹാസ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, ഫോർ എക്സാമ്പിൾ ഇവിടെ KCl ആണ് ഉപയോഗിക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോലൈറ്റ് ഷുഡ് നോട്ട് റിയാക്ട് വിത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ആനോഡ് ആൻഡ് കാത്തോഡ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ തിയററ്റിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വരാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് സോൾട്ട് ബ്രിഡ്ജ്? ദ ഇലക്ട്രോലൈറ്റ് ഇൻസൈഡ് ദ സോൾട്ട് ബ്രിഡ്ജ് ഷുഡ് നോട്ട് റിയാക്ട് വിത്ത് ദ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ആനോഡ് ആൻഡ് കാത്തോഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൊബിലിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഷുഡ് ബി സെയിം. മൊബിലിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഷുഡ് ബി സെയിം ഇൻ സോൾട്ട് ബ്രിഡ്ജ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. സർ ഇത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാനിപ്പോൾ ഒരു ഡാനിയൽ സെൽ എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇമാജിൻ ഈ ഡാനിയൽ സെല്ലിന് സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആനോഡ് കമ്പാർട്ട്മെന്റ് എടുത്തു. ആനോഡ് കമ്പാർട്ട്മെന്റിൽ ലെറ്റസ് സേ നമുക്കിവിടെ സിങ്ക് ആണുള്ളത്. ഇതിനകത്ത് എന്താ ഉള്ളത്? സിങ്ക് സൾഫേറ്റ് ആണുള്ളത്. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് Zn2+ ions in it. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇമാജിൻ ദിസ് റിയാക്ഷൻ ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ സിങ്ക് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു Zn2+. അല്ലേ? സിങ്ക് ഇവിടെ നിന്ന് ഈ മെറ്റൽ റോഡിൽ നിന്ന് സിങ്ക് കണ്ടെയ്നറിലേക്ക് ചാടുകയാണ്. സിങ്ക് വെറുതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? Zn2+ ആയിക്കൊണ്ടിരിക്കുക. സിങ്ക് ആ റോഡിൽ നിന്ന് ചാടി Zn2+ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടെയ്നറിലെ Zn2+ എണ്ണം കൂടി വരില്ലേ? കണ്ടെയ്നറിലെ Zn2+ എണ്ണം കൂടി വരും. അപ്പോൾ കണ്ടെയ്നർ പോസിറ്റീവ് ചാർജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ മേളിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, നമുക്കറിയാലോ ആനോഡിൽ നിന്ന് ഇലക്ട്രോൺസ് രക്ഷപ്പെട്ട് കാത്തോഡിന്റെ സൈഡിലേക്ക് പോകുമല്ലോ. ആ ഇലക്ട്രോൺസിനെ ഈ കണ്ടെയ്നർ പിടിച്ചെടുത്തു. കാര്യം എന്താ? ഈ കണ്ടെയ്നറിൽ പോസിറ്റീവ് ചാർജ് കൂടി വരിക, പോസിറ്റീവ് ചാർജിന്റെ അതിപ്രസരം. അപ്പോൾ മേളിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിനെ പിടിച്ചെടുത്തും കറണ്ട് ഫ്ലോ നിന്നു പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾട്ട് ബ്രിഡ്ജ് സോൾവ് ചെയ്യുന്നത്? ഹൗ ഡസ് സോൾട്ട് ബ്രിഡ്ജ് സോൾവ് ദിസ്? സോൾട്ട് ബ്രിഡ്ജിൽ എന്താ ഉള്ളത്? ഒരു ഇലക്ട്രോലൈറ്റ്, ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ആൻഡ് Cl-. ഓക്കെ, K+ ions and Cl-. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ അതിപ്രസരം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ആനയോൺസ്, സോൾട്ട് ബ്രിഡ്ജിൽ നിന്ന് ആനയോൺസ് ഇങ്ങോട്ട് വന്ന് വീഴും. അപ്പോൾ ആ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. സോ ബേസിക്കലി എല്ലാവരും നോക്കിയേ, ഈ ആനയോൺസ് ഓഫ് ദ സോൾട്ട് ബ്രിഡ്ജ് ഇങ്ങോട്ട് നീങ്ങി ഈ എക്സ്ട്രാ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. സോ ബേസിക്കലി അപ്പോൾ ഈ ഇലക്ട്രോൺ ഫ്ലോ സുഖമായിട്ട് നടക്കും കാനോഡിൽ നിന്ന് കാത്തോഡിലേക്ക്. ഇതാണ് ബേസിക്കലി സോൾട്ട് ബ്രിഡ്ജിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂസസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ കാത്തോഡിൽ എന്താ നടക്കുക? എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് അക്യൂമുലേഷൻ നടക്കും. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ. ഈ നെഗറ്റീവ് ചാർജ് അക്യൂമുലേഷൻ നടക്കുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സോൾട്ട് ബ്രിഡ്ജിൽ നിന്ന് പോസിറ്റീവ് ചാർജ് കാറ്റയോൺസ് വന്ന് കാത്തോഡിലേക്ക് വീഴും. അപ്പോൾ അവർ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ ചോദ്യം ചോദിക്കുകയാണ്, സോൾട്ട് ബ്രിഡ്ജിലെ ആനയോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? ആനോഡിലേക്ക്. സോൾട്ട് ബ്രിഡ്ജിലെ കാറ്റയോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? കാത്തോഡിലേക്ക്. ഓക്കെ, ഈ സോൾട്ട് ബ്രിഡ്ജിലെ ആനയോൺസ് ആനോഡിലേക്ക് വന്ന് വീഴുന്നതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യൂമുലേഷൻ നടക്കാത്തത്. അതിലെ പോസിറ്റീവ് ചാർജ് അക്യൂമുലേഷൻ നടന്നാൽ എന്ത് പറ്റും? മേളിലേക്ക് ഇലക്ട്രോൺസിന് പിന്നെ പോകാൻ പറ്റില്ല മക്കളെ. ഇലക്ട്രോൺസിനെ പിടിച്ചെടുത്തും കറണ്ട് ഫ്ലോ കട്ടാവും.
ഗോട്ട് ഇറ്റ്. ഇവിടെ നെഗറ്റീവ് ചാർജ് അക്യൂമുലേഷൻ നടന്നാൽ എന്ത് പറ്റും? താഴത്തേക്ക് കാത്തോഡിലേക്ക് ഇലക്ട്രോൺസിനെ ഇറങ്ങി വരാൻ പറ്റില്ല. കാര്യം നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് മേളിലേക്ക് തൂക്കിയിടിക്കും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജിനെ ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ എന്താ പറയുക, അയോൺസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് ആണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആനോൺസ് ഇവിടെ എത്തുന്ന അതേ സമയത്ത് തന്നെ കാറ്റോൺസ് ഇവിടെ എത്തണം. സോൾട്ട് ബ്രിഡ്ജിലെ ആനോൺസ് ആനോഡിൽ എത്തുന്ന അതേ സമയം തന്നെ സോൾട്ട് ബ്രിഡ്ജിലെ കാറ്റോൺസ് കാത്തോഡിലെത്തണം. നല്ല പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മൊബിലിറ്റി ഓഫ് കാറ്റോൺ ആൻഡ് ആനോൺ ഷുഡ് ബി സെയിം. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ KCl, ഓക്കെ, KCl, അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ബേസിക്കലി എന്താണ്, മൊബിലിറ്റി സെയിം ആണ്. മൊബിലിറ്റി ഓഫ് അയൺസ്, കാറ്റോൺസും ആനോൺസും ഒരേ സ്പീഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തും. ഓക്കെ മക്കളെ, ഇനി യൂസേഴ്സ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് ഞാൻ വേറൊരു കളറിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കംപ്ലീറ്റ് സർക്യൂട്ട്, സോൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ് ദ സർക്യൂട്ട്, ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആക്കുന്നു. നെക്സ്റ്റ്, മെയിൻറ്റെയിൻസ് ന്യൂട്രാലിറ്റി. സാർ ഇപ്പോൾ പറഞ്ഞില്ലേ, സോൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ് ന്യൂട്രാലിറ്റി. അല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആനോഡിലും കാത്തോഡിലും ചാർജ് അക്യൂമുലേഷൻ നടക്കും. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സോൾട്ട് ബ്രിഡ്ജ് വേണം. മൂന്നാമത്തത്, അവോയ്ഡ്സ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അവോയ്ഡ്സ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അവോയ്ഡ്സ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇതെന്താണെന്നുള്ള ഡീപ്പായിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം ഓർത്താൽ മതി. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ആ ലിക്വിഡിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു ഇത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ ബാറ്ററിയുടെ ഉള്ളിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പുറത്ത് നമ്മൾ ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യലായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ പുറത്ത് ഞാനൊരു കടയിൽ നിന്ന് ഒരു ബാറ്ററി മേടിക്കുകയാണ്, 2 വോൾട്ടിൻ്റെ ബാറ്ററി. 2 വോൾട്ട് എന്നും പറഞ്ഞ് എനിക്ക് കിട്ടുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ? ഒന്നാമത് ഫംഗ്ഷൻ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാ. അതേപോലെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ വരും. ആ ബാറ്ററിയുടെ ഉള്ളിൽ വേറൊരു പൊട്ടൻഷ്യൽ വരും. അപ്പോൾ അത് നമ്മുടെ എക്സ്റ്റേണൽ പൊട്ടൻഷ്യലായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അതാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാനില്ല. അത് അഡ്വാൻസ്ഡ് ആയാലും ശരി, മെയിൻസ് ആയാലും ശരി, ഇത് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് എല്ലാവരും നോക്കിക്കേ മക്കളെ, സെൽ റെപ്രസെൻറ്റേഷൻ. സെൽ റെപ്പ് എന്നാണ് സാർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സെൽ റെപ്പ് എന്ന് വെച്ചാൽ സെൽ റെപ്രസെൻറ്റേഷൻ അറിയാമല്ലോ മക്കളെ. ഓക്സിഡേഷൻ ഹാഫ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? M/Mn+, പിന്നെ കോൺസെൻട്രേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ Zinc/Zn2+ എന്നല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കോൺസെൻട്രേഷൻ ഇവിടെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റസ് 2 മോൾ ഒന്നും എല്ലാം കൊടുക്കും. ആ 2 മോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ Zn2+ കോൺസെൻട്രേഷൻ. റിഡക്ഷൻ ഹാഫിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? Nn+/n, അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റസ് Cu2+/Cu. ഈ Cu2+നെ ഇവിടെ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഈ Cu2+ന്റെ അവിടെ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ ഫോർ എക്സാമ്പിൾ ലെറ്റസ് 1 മോളാർ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സെൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. സെൽ റെപ്രസെൻറ്റേഷൻ, ഫുൾ സെൽ റെപ്രസെൻറ്റേഷൻ. സെൽ റെപ്രസെൻറ്റേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആനോഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. എന്തിൻ്റെ? ആനോഡിൻ്റെയാണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്, കാത്തോഡിൻ്റെയാണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്. ഈ 2 ലൈൻ എന്താണ്? ആ 2 ലൈൻ എന്ന് വെച്ചാൽ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിൽ ആനോഡ്, റൈറ്റിൽ കാത്തോഡ്. ഓക്കെ, ആനോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കുക, M/Mn+, കാത്തോഡിൻ്റെ Nn+/n. എമ്മും എന്നും 2 മെറ്റൽസ് ആണെന്ന്. ഇനി ഇത് ജനറൽ റെപ്രസെൻറ്റേഷൻ്റെ ചോദ്യങ്ങൾ വന്നാൽ ഭയങ്കര ഈസിയാണ്. പക്ഷെ ചില JEEയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെയിൻസിൽ വന്ന ക്വസ്റ്റ്യൻസ് ചില സെൽസിനെ കണ്ട സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള 2-3 സെൽസ് സാർ ഇവിടെ കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സെല്ല് നോക്കുക. പ്രീവിയസ് ഇയർ JEEയിൽ വന്നൊരെണ്ണമാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ആ സെല്ലിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. Na/Na+(Cl-Cl/Ag/Cl/Ag). ഇതെന്താണ്? ഇങ്ങനെ ഒരു സെല്ല് തന്നിട്ട് ഇതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനോഡിലെ റിയാക്ഷൻ എല്ലാവർക്കും പറയാൻ പറ്റും. Na/Na+, അതായത് Na getting converted to Na++ electron. ഈ റൈറ്റ് സൈഡിൽ എന്താണ്? വാട്ട് ഇസ് ദിസ്? Cl-/AgCl/Ag. ദിസ് ഇസ് വാട്ട് യു കോൾഡ് ആസ്, ഇതിനെയാണ് നമ്മൾ ഒരു മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് എ മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. ഇതിൻ്റെ കൺസ്ട്രക്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതെങ്ങനെയാണ് ഈ ഇലക്ട്രോഡ് ഇരിക്കുന്നത്? എന്താണ് Cl-, എന്താണ് AgCl? ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, Agയുടെ സിൽവറിൻ്റെ ഒരു കട്ടയുണ്ടാവും. ആ സിൽവറിൻ്റെ കട്ടയിൽ അതിൻ്റെ അടിയിൽ AgClൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാവും. എന്തുണ്ടാവും മക്കളെ? AgClൻ്റെ ഒരു പേസ്റ്റ് അതിൽ ഇങ്ങനെ തേച്ച് വെക്കും.
ഓക്കെ, AgCl പേസ് ഇൻസോല്യൂബിൾ സോൾട്ട് ആണല്ലോ, പ്രസിപ്പിറ്റേറ്റ് ആണല്ലോ AgCl. അതേപോലെ തന്നെ ദിസ് ഇസ് ഡിപ്ഡ് ഇൻസൈഡ് ഫോർ എക്സാമ്പിൾ Cl മൈനസ് കണ്ടെയ്നിങ് സൊല്യൂഷൻ ഫോർ എക്സാമ്പിൾ NaCl സൊല്യൂഷൻ. Cl മൈനസ് ഉള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, അതായത് ഈ കണ്ടെയ്നറിൽ ഇവിടെ Cl മൈനസ് ഉണ്ട്. അപ്പൊ Ag അതിന്റെ അറ്റത്ത് AgCl, ദാറ്റ് ഇസ് ഡിപ്ഡ് ഇൻസൈഡ് Cl മൈനസ്. ഇവിടെ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് നേരെ ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാവരും നോക്കിക്കേ മക്കളെ, ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് നേരെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് AgCl ആയിട്ടാണ്. സോ AgCl പ്ലസ് ഇലക്ട്രോൺ ഗിവിങ് യു Ag പ്ലസ് Cl മൈനസ്. കണ്ടോ? അതായത് AgCl സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? +1. ദാറ്റ് ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ് ടു Ag. അപ്പോൾ ഇവിടെ പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട്, സർ ഇതും ഈ ഇലക്ട്രോഡും സെയിം ആണോ? അതായത് Ag പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ഗിവിങ് യു Ag. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് എഴുതുകയാണ്, ഏത്? Ag+/Ag. ഇതും സെയിം ആണോ? ഒരിക്കലും അല്ല മക്കളെ, രണ്ടും രണ്ടാണ്. ദിസ് ഇസ് മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. മറ്റേത് ഏതാണെന്നറിയോ? Ag+/Ag എന്ന് വെച്ചാൽ സാധാ സിൽവർ ഡിപ്ഡ് ഇൻസൈഡ് സിൽവർ നൈട്രേറ്റ് ഓർ എനി സിൽവർ സോൾട്ട് സൊല്യൂഷൻ. Ag ഡിപ്ഡ് ഇൻസൈഡ് Ag+. ഇതല്ല, ദിസ് ഇസ് മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. അപ്പൊ ഇവിടെ ഇത് ഓർത്ത് വെക്കുക, ഇത് കണ്ടിട്ട് പേടിക്കരുത് മക്കളെ. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ സാർ തരാം. അഡ്വാൻസിൽ ഒരു പ്രാവശ്യം ചോദിച്ചതാണ് Li/Li+/SO4(2-)/PbSO4/Pb. ഇവിടെ ആനോഡിലെ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. Li ഗിവിങ് യു Li++ ഇലക്ട്രോൺ. വളരെ സിമ്പിൾ ആണ്. കാത്തോഡിൽ എന്താണ്? SO4(2-) ഉണ്ട്, PbSO4 ഉണ്ട്, Pb ഉണ്ട്. അപ്പൊ നോക്കുക, PbSO4 ഇൻസോല്യൂബിൾ സോൾട്ട്, ഇത് മെറ്റൽ. സോ ബേസിക്കലി ഇവിടെ റിയാക്ഷൻ എന്തായിരിക്കും? PbSO4 +2 ഇലക്ട്രോൺ. PbSO4ൽ പിബിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? 2+. 2 ഇലക്ട്രോൺ എടുത്ത് PB ആവുന്നു. ആൻഡ് SO4(2-) ഇവിടെ. അപ്പൊ ഇതിന്റെയും കൺസ്ട്രക്ട് സെയിം തന്നെയാണ്. അതായത് ലെഡ് ഇങ്ങനെ മുക്കി വെച്ചേക്കുക, അതിന്റെ തുമ്പത്ത് PbSO4 ഉണ്ട്. അതെവിടെയാ മുക്കി വെച്ചിരിക്കുന്നത്? SO4(2-) കണ്ടെയ്നിങ് ഒരു സോൾട്ട് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ ലെറ്റ് us say സംതിങ് ലൈക്ക് Na2SO4 മുക്കി വെച്ചേക്കുക. അപ്പൊ ഇവിടെയൊക്കെ SO4(2-) ഉണ്ട്. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഈ PbSO4 എടുക്കും. PbSO4 അതെടുത്തിട്ട് PB ആയിട്ട് മാറും. SO4(2-) ഈ കണ്ടെയ്നറിലേക്ക് പോകും. ഇതാണ് നടക്കുന്നത്. ദിസ് ഇസ് മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. കണ്ടാൽ പേടിക്കരുത്. സാധാ ഇലക്ട്രോഡ്സ് കണ്ടാൽ നിങ്ങൾ പേടിക്കില്ല എന്നറിയാം, പക്ഷെ ഇത്തരത്തിലുള്ള ഇലക്ട്രോഡ്സ് ഉണ്ട്. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. Na/Na+Cl-Hg2Cl2Hgpt. ഇതിനെയാണ് നമ്മൾ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് കലോമൽ ഇലക്ട്രോഡ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡാ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ മേർക്യൂറിയെ കൊണ്ട് കണ്ടക്ഷൻ നടക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇതും ശരിക്കും പറഞ്ഞാൽ മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡാ. പക്ഷെ ഇവിടെ പ്ലാറ്റിനം യൂസ് ചെയ്യുന്നുണ്ട് കണ്ടക്ഷന്. കാര്യം എന്താ? മേർക്യൂറി ലിക്വിഡ് സ്റ്റേറ്റിലല്ല. നമ്മൾ ബാക്കിയുള്ള ഇതിലൊക്കെ ഇപ്പൊ ലെഡിന്റെ ഒരു പീസ് ഇവിടെ വെക്കാൻ പറ്റും, മറ്റേതിൽ സിൽവറിന്റെ ഒരു പീസ് ഇവിടെ വെക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മേർക്യൂരിയുടെ ഒരു പീസ് ഇവിടെ വെക്കാൻ പറ്റില്ല. അതായത് ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ആ റിസീവ് ചെയ്യാനാണ് ഇവിടെ പ്ലാറ്റിനം വെക്കുന്നത്. കാര്യം എന്താ? മേർക്യൂറി ലിക്വിഡ് അല്ലേ. അപ്പൊ മേർക്യൂറിയുടെ ഒരു ഇലക്ട്രോഡ് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഇനേർട്ട് ഇലക്ട്രോഡ് കണ്ടക്ഷൻ വേണ്ടി പ്ലാറ്റിനം വെക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെയും ഇൻസോല്യൂബിൾ സോൾട്ട് ഏതാ? Hg2Cl2. അപ്പൊ ഇവിടെ ആനോഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഗിവിങ് യു Na++ ഇലക്ട്രോൺ. കാത്തോഡിൽ എന്തായിരിക്കും മക്കളെ? കാത്തോഡിൽ Hg2Cl2 2 ഇലക്ട്രോൺ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് തരുന്നു? Hg2Cl2 2 ഇലക്ട്രോൺ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് 2Hg ആയിരുന്നു +2Cl- കഴിഞ്ഞു. ഇതാണ് നടക്കുന്നത്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഈ മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ് പല പ്രാവശ്യം JEE മെയിൻസിൽ അഡ്വാൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ട് പേടിക്കരുത്. സാധാ ഒരു മെറ്റൽ ഇലക്ട്രോഡ് കണ്ടാൽ ആർക്കും പേടിയില്ല. Na/Na+, Zn/Zn2+, അല്ലെങ്കിൽ Cu2+/Cu, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ പെടാറുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അതിൽ ഒരെണ്ണം ഇൻസോല്യൂബിൾ സോൾട്ട് ആണ്. ആ ഇൻസോല്യൂബിൾ സോൾട്ട് is the one getting reduced or oxidized. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് എപ്പോഴും കാത്തോഡിലായിരിക്കും ഇരിക്കുക? ഇല്ല, ഇത് ആനോഡിലും വരാം. ആനോഡിൽ വരികയാണെങ്കിൽ തിരിച്ചെഴുതുക.
PT/Hg/Hg2Cl2 എന്ന് എഴുതുക. Hg getting oxidized to, ഇപ്പൊ ആനോഡിലാണെങ്കിൽ, ഇത് ആനോഡിലാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? Hg getting converted to, Hg plus 2Hg plus 2Cl minus getting converted to Hg2Cl2 plus 2 electron. നേരെ തിരിച്ചു വരും. ഇത് തന്നെ ആനോഡിലാണെങ്കിൽ നേരെ തിരിച്ചു വരും മക്കളെ. കാത്തോഡിലുള്ള റിയാക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് കണ്ട് പേടിക്കരുത്, അതുകൊണ്ടാണ് സാർ ഇത് എടുത്ത് പറഞ്ഞത്. സാധാ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ വളരെ വളരെ മക്കളെ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ഫോളോ ചെയ്യുക, സ്ട്രിക്ട്ലി പ്ലാൻ ഫോളോ ചെയ്യുക, ക്രാഷ് കോഴ്സ് ഒക്കെ കാണുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക, ഇതിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സ്വയം ചെയ്യാൻ നോക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സച്ചു. ഓക്കെ, ഞാൻ ഒരിക്കലും വാഗ്ദാനം തരില്ല മോന് 100% കിട്ടുമെന്ന്. മോൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നതനുസരിച്ചിരിക്കും. യു ക്യാൻ ഈസിലി മേക്ക് ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. അങ്ങനെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് ഞാനും. എൻ്റെ പ്രിപ്പറേഷനിൽ ലാസ്റ്റ് മിനിറ്റിൽ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യുക, കുറേ പ്രാക്ടീസ് PYQs ചെയ്യുക, ആൻഡ് സ്റ്റേ കോൺഫിഡൻറ്റ് ആൻഡ് സ്റ്റിക്ക് ടു ദ പ്ലാൻ. ഓക്കെ, തിയറി വായിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രോബ്ലംസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇതേപോലെ ഷോർട്ട് തിയറീസ് കാണുക. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നോക്കുക. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ്. ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇനി ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ തരിക എന്ന് വിചാരിക്കുക. ഇതും JEE മെയിൻസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ, അതായത് സോൾട്ട് ബ്രിഡ്ജ് കാണുന്നില്ല. സോൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യും? കള്ളം കൊണ്ടുപോയോ? Ag/AgCl/KCl Hg2Cl2 HgPt. ഇതെന്തുന്നത് മക്കൾ? ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ JEE മെയിൻസിൽ വന്നിട്ടുണ്ട്. പല സ്റ്റുഡൻസും കൺഫ്യൂസ് ആയി പോയിട്ടുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് കാണില്ല. ഇവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ag/AgCl നിങ്ങൾക്കറിയാം. Ag/AgCl എന്ന് വെച്ച് കഴിഞ്ഞാൽ Ag reacting with Cl minus to give you AgCl. ഓക്സിഡേഷൻ നടക്കുകയാണ് ഇവിടെ. AgCl പ്ലസ് ഇലക്ട്രോൺ നോക്കിക്കേ, Ag ലൂസിങ് ആൻ ഇലക്ട്രോൺ, എന്നിട്ട് Ag പ്ലസ് Cl മൈനസ് കമ്പൈൻ ചെയ്ത് AgCl വരുന്നു. ഓക്കെ, ഇനി മറ്റേടത്ത് കെലോമൽ ഇലക്ട്രോഡ്, അതായത് Hg2Cl2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് യു 2Hg പ്ലസ് 2Cl മൈനസ്. അപ്പൊ ബേസിക്കലി ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് എവിടെ മക്കളെ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പുറത്തും ആനോഡിലും കാത്തോഡിലും സെയിം സോൾട്ട് സൊല്യൂഷൻ ആണ്, KCl ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ Ag/AgCl/Cl മൈനസ് എന്നാണല്ലോ ശരിക്കും എഴുതുക. ആ Cl മൈനസിന് പകരം KCl ഇടുന്നു, ബിക്കോസ് KCl ഇസ് ദ സോഴ്സ് ഓഫ് Cl മൈനസ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ കെലോമൽ ഇലക്ട്രോണിനെ ശരിക്കും എങ്ങനെ എഴുതുക നമ്മളെ? Cl മൈനസ് Hg2Cl2/Hg/Pt എന്നല്ല എഴുതുക. ആ Cl മൈനസിന് പകരം KCl. അപ്പൊ രണ്ടിടത്തും സെയിം ഇലക്ട്രോളൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സോൾട്ട് ബ്രിഡ്ജിന്റെ ആ സിമ്പൽ ഒഴിവാക്കാം, സെയിം ഒരു ഇലക്ട്രോളൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ദിസ് ഇസ് നത്തിങ് ബട്ട് ഇവിടെ ഒരു Cl മൈനസ് / ഇവിടെ ഒരു Cl മൈനസ്, അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ JEEയിൽ ആക്ച്വലി വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. PT/H2/HCl/AgCl/Ag. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ സ്റ്റുഡൻസ് ആകെ പകച്ചു, ഇതെന്താണ് സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാത്തത്? ഇവിടെ ബേസിക്കലി ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, / റൈറ്റ് സൈഡിൽ നമ്മുടെ AgCl Ag ഇലക്ട്രോഡ്, റൈറ്റ് സൈഡിൽ AgCl Ag ഇലക്ട്രോഡ്. രണ്ടിടത്തും സെയിം ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സെയിം കോൺസെൻട്രേഷൻ ഉള്ള സെയിം സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട് ആണ് നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അത് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കണതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ആനോഡിലും Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ, HCl കോൺസെൻട്രേഷൻ ചെയ്യും, കാത്തോഡിലും HCl കോൺസെൻട്രേഷൻ ചെയ്യും. ഓക്കെ ഫൈൻ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ മക്കളെ. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എനിക്ക് വേണം കേട്ടോ. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേടാ മക്കളെ. അപ്പൊ ഇത്തരം ചെറിയ പോയിന്റ്സ് പലർക്കും വലിയ പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. കോൺസെപ്റ്റ് ഒക്കെ അറിയാം, പക്ഷെ ഇത്തരം ചെറിയ റെപ്രസെന്റേഷൻസിൽ മാറ്റം വരുമ്പോൾ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പതറും. ഓക്കെ മക്കളെ, ഓക്കെ സെറ്റാണോ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻസിലേക്ക് വരാം കേട്ടോ, വെയിറ്റ് ചെയ്യുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഈ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മെറ്റലും അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ഏതൊരു മെറ്റലും അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്ക് Zn2+ സോൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുക എന്ന് വിചാരിക്കുക.
ഈ മെറ്റലും ഈ സൊല്യൂഷനും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഇപ്പം നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പക്ഷേ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. നമ്മൾ ഏതൊരു മെറ്റലും ശ്രദ്ധിക്കുക, ഏതൊരു മെറ്റലും അതിൻ്റെ സോൾവ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മെറ്റൽ റോഡും ആ സൊല്യൂഷനും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ആനോഡും കാത്തോഡും തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ് അല്ല പറയുന്നത്. ഞാൻ ഒരു മെറ്റൽ ഒരു സോൾവ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആ മെറ്റലും ആ സൊല്യൂഷനും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സിങ്കും Zn2+ തമ്മിൽ, സിങ്കും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് സിങ്കിന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ അവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് കോപ്പറിന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ. സിൽവർ നൈട്രേറ്റിൽ മുക്കി വെക്കുമ്പോൾ അവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് സിൽവറിന്റെ ഇത്. ഇപ്പൊ സോഡിയത്തിന്റെ Na2SO4 മുക്കി വെക്കുമ്പോൾ അവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ മീനിങ് എന്താണ്? ഇപ്പൊ ഇലക്ട്രോ പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ബേസിക്കലി ഒരു മാത്തമാറ്റിക് ഒരു നമ്പറാണ്. ഇപ്പം കോപ്പറിന്റെ ആണെങ്കിൽ 0.34 വോൾട്ട്, സിങ്കിന്റെ ആണെങ്കിൽ -0.76 വോൾട്ട്. എന്താണ് ആ നമ്പർ സിംബലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാവർക്കും അറിയാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് EMN+/M. റെപ്രസെന്റേഷൻ നോക്കുക, EMN+/M. ഒരു മിനിറ്റ് മക്കളെ, ഒന്ന് ഹോൾഡ് ചെയ്തടാ. ഓക്കെ, EMN+/M റെപ്രസെന്റേഷൻ നോക്കുക കേട്ടോ. അതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അതിന്റെ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് കൂടുതലാണ്. റെപ്രസെന്റേഷൻ നോക്കുക, EM/MN+. അതേപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇപ്പൊ സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വരാൻ പോകുന്നത് 0.76 ആയിരിക്കും, പോസിറ്റീവ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ അറിയാലോ. ഇലക്ട്രോ പൊട്ടൻഷ്യൽ 298 Kelvin 1 bar and 1 molar. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ 3 ഫാക്ടേഴ്സ്: ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആൻഡ് കോൺസെൻട്രേഷൻ. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്, ഇപ്പോൾ സിങ്കിന് അതിൻ്റെതായ ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഉണ്ട്, കോപ്പറിന് അതിൻ്റെതായുണ്ട്. അതേപോലെ തന്നെ സിങ്കിൻ്റെ തന്നെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ ബേസിക്കലി ഈ ഇലക്ട്രോ പൊട്ടൻഷ്യൽസിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ 298 Kelvin 1 bar and 1 molar. ഓക്കെ, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ E0 ആണ്. E0 MN+/M. ഇവിടെ E0 M/MN+. അറിയാലോ മക്കളെ, ഗോട്ട് ഇറ്റ്. ഇതാണ് റെപ്രസെന്റേഷൻ. ഇനി എല്ലാവരും നോക്കുക മക്കളെ, ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണ്? ഒന്നുമില്ല, അറേഞ്ച്മെന്റ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കടാ. ഒരാളുടെ കമന്റ് കൊണ്ട് എത്ര പേരുടെ ശ്രദ്ധയെ പോകുന്നത്? JEE എക്സാം വരികയല്ലേ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലീസ് ലിസൺ ഓവർ ഹിയർ. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കടാ കൂട്ടന്മാരെ. ഓക്കെ, ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ താഴ്ത്തോട്ട് പോകുമ്പോൾ ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. മേലോട്ട് പോകുമ്പോൾ ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, F2 ആണോ CO3+ ആണോ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ്? F2 ആണോ CO3+ ആണോ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ്? നിങ്ങൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കുക. F2 ഹാസ് മോർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ദാൻ CO3+. അതായത് F2നെ ഇലക്ട്രോൺസിനെ എടുക്കാൻ കുറച്ചും കൂടെ താല്പര്യമുണ്ട്. മക്കളെ ഒരു മിനിറ്റ് എടാ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത. നോക്ക്,
ഞാനിപ്പോൾ ഇത് മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ലൈവ് മക്കളെ ഒരു മിനിറ്റടാ, ജസ്റ്റ് ഒരു മിനിറ്റടാ മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓ ഇത് OBS ആണല്ലോ. എടാ ഇതൊന്ന് മാറ്റി, ഈ സ്ക്രീൻ ഒന്ന് മാറ്റി. ഓക്കെ. അപ്പൊ മക്കളെ F2ന്റെ 2 റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഏതാണ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ വലുത് അവനാണ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ്. സോ F2 ആണോ CO3+ ആണോ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ്? F2 ഇസ് എ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ്. കാര്യം ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഓക്സിഡൈസ് ചെയ്യുക, അവരിൽ നിന്ന് ഇലക്ട്രോൺസ് വലിച്ചെടുക്കുക. F2's ടെൻഡൻസി ടു ടേക്ക് ഇലക്ട്രോൺസ് ഇസ് മോർ. ഞാൻ നിങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് പെട്ടെന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഞാനൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റാണ്. അതായത് എൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയർ ആണെങ്കിൽ ഐ എം എ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ബേസിക്കലി താഴ്ത്തോട്ട് പോകുന്തോറും നിങ്ങൾ താഴ്ത്തോട്ട് പോകുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് താഴ്ത്തോട്ട് പോകുന്തോറും ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Al3+ ആണോ Mg2+ ആണോ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Al3+ ആണോ Mg2+ ആണോ? Al3+ ആണ്. കാര്യം Al3+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയറാണ്, -1.66, Mg2+ന് -2.36. സോ ബേസിക്കലി Al3+ന് പെട്ടെന്ന് ഇലക്ട്രോൺസ് എടുക്കാം, മറ്റുള്ളവരിൽ നിന്ന് ഇലക്ട്രോൺസ് എടുക്കാം. ഇനിയിപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, തിരിച്ചാലോചിക്കാം. ഇപ്പോൾ എല്ലാവരും നോക്കുക, റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോൺസ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾ. ഇപ്പോൾ Li ആണോ പൊട്ടാസ്യം ആണോ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും Li ആണ്. കാര്യം Liയുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കിക്കേ. Li+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -3.05. അപ്പോൾ Liയുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? 3.05 + 3.05. അപ്പോൾ തിരിച്ചാലോചിക്കാം. അപ്പോൾ Li ആണോ പൊട്ടാസ്യം ആണോ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്? Li is a better reducing agent because Li's tendency to give electrons is +3.05. ഇപ്പോൾ സോഡിയം ആണോ മെഗ്നീഷ്യം ആണോ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്? സോഡിയം ഇസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. കാര്യം സോഡിയംസ് ടെൻഡൻസി ടു ഗിവ് എൻ ഇലക്ട്രോൺ ഇസ് +2.71. മെഗ്നീഷ്യം ടെൻഡൻസി ടു ഗിവ് എൻ ഇലക്ട്രോൺ ഇസ് +2.36. 2.71 അല്ല ഗ്രേറ്റർ. ഓക്കെ ആണോ മക്കളെ? ഫൈൻ, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഹയർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയർ ആണെങ്കിൽ ഗ്രേറ്റർ ദ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. ടെൻഡൻസി ടു അണ്ടർഗോ റിഡക്ഷൻ ഹയർ ആണ്. ടെൻഡൻസി ടു ആക്ട് ആസ് ഓക്സിഡന്റ്, അതായത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ടെൻഡൻസി ടു ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ഇസ് ഹയർ. ടെൻഡൻസി ടു ആക്ട് ആസ് കാത്തോഡ് ഇസ് ഹയർ. ഇപ്പോൾ 2 സബ്സ്റ്റൻസ് തന്നു, അതിൽ ഏതാണ് ബെറ്റർ കാത്തോഡായിട്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യുക. കാത്തോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ആരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ ഹയർ അവനായിരിക്കും കാത്തോഡ് ആവുക. ബി തന്നു, ബിയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ബി ആയിരിക്കും കാത്തോഡിൽ വരിക, എ ആയിരിക്കും ആനോഡിൽ വരിക. ഓക്കെ, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഹയർ ദി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇപ്പോൾ ലിത്യം ഹാസ് എ ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. നോക്കിക്കേ മക്കളെ, ലിത്യം ഹാസ് എ ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. Li+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ലോവസ്റ്റാണ്. അപ്പോൾ ലിത്യത്തിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ഹയസ്റ്റാണ്. സോ ലിത്യംസ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ് ഇസ് ഹയസ്റ്റ്. അപ്പോൾ ലിത്യത്തിന് പെട്ടെന്ന് ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അവൻ പെട്ടെന്ന് ഇലക്ട്രോൺസ് കൊടുത്ത് ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യും. ലിത്യം ഇസ് എ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ മക്കളെ, ഫൈൻ. ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ ഇൻക്രീസസ്. ടെൻഡൻസി ടു ആക്ട് ആസ് റിഡക്റ്റന്റ്, അതായത് ടെൻഡൻസി ടു ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് കൂടുതലാണ്. ടെൻഡൻസി ടു ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് കൂടുതലാണ്. Okay, so if oxidation potential is high, tendency to act as a reducing agent is higher. Okay, tendency to act as anode is higher. അതായത് ഇപ്പോൾ 2 മെറ്റൽ തന്നു, 2 സബ്സ്റ്റൻസ് തന്നു, A, B. അതിൽ ഏതാണ് ആനോഡിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്താൽ മതി. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഹൈ ആരാണോ അവനാണ് ആനോഡിൽ. അല്ലെങ്കിൽ നിങ്ങൾ വിട്, രണ്ടുപേരും റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ മതി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരാണോ ഹൈ അത് കാത്തോഡ്, മറ്റവൻ ആനോഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ് മക്കളെ? ഓക്കെ ആണോ? ഇനി എല്ലാവരും നോക്കുക മക്കളെ, വേറെ കുറച്ച് ഇൻഫറൻസസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ലിത്യമാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ലിത്യമാണ്. കാര്യം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഏറ്റവും താഴ്ത്താണ്. ലിത്യംസ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വിൽ ബി ദ ഹയസ്റ്റ്.
Li പ്ലസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ലോവസ്റ്റ് ആണ്. അപ്പോൾ ലിത്യത്തിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ? F2. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്, മെറ്റൽസ് ബിലോ ഹൈഡ്രജൻ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. ഹൈഡ്രജന്റെ താഴത്ത്, അതായത് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ താഴത്ത്, ഹൈഡ്രജന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ എത്ര? 0 എന്ന് എല്ലാവർക്കും അറിയാലോ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ. അതിന്റെ താഴത്തുള്ള എല്ലാ മെറ്റൽസിനും, ഇപ്പൊ ലെഡ് ആയിക്കോട്ടെ, ടിൻ ആയിക്കോട്ടെ, നിക്കൽ ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, ക്രോമിയം, സിങ്ക്, ഇവന്മാർക്കൊക്കെ ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ, എ മെറ്റൽ പ്ലസ് HCl ഗിവിങ് യു MCl പ്ലസ് H2. അതായത് ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജനെ H+ൽ നിന്ന് H2ലേക്ക്, ഹൈഡ്രജൻ ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. കാര്യം എന്താ? ഹൈഡ്രജന്റെ താഴത്തുള്ളവർ ആർ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. ഹൈഡ്രജന്റെ താഴത്തുള്ളവർ ആർ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്സ്. അപ്പൊ ആസിഡ് പ്ലസ് ദാറ്റ് മെറ്റൽ ബിലോ ഹൈഡ്രജൻ വിൽ റിലീസ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മേളിലുള്ളവരോ? ഹൈഡ്രജന്റെ മേളിലുള്ളവർക്ക് ഹൈഡ്രജനെ റിലീസ് ചെയ്യാൻ പറ്റില്ല ആസിഡിൽ നിന്ന്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഹൈലി ആക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം വാട്ടർ ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഹൈലി ആക്റ്റീവ് മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എക്സെട്ര ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ. ആസിഡിൽ നിന്നല്ല, വെള്ളത്തിൽ നിന്ന് വരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നല്ല താഴ്ത്ത് നിൽക്കുന്നവന്മാർ വാട്ടറിൽ നിന്ന് വരെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അയൺ, ടിൻ, നിക്കൽ, സിങ്ക് ഒക്കെ ആണെങ്കിൽ സ്റ്റീമിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. സ്റ്റീമിൽ നിന്ന്, നോർമൽ ടെമ്പറേച്ചറിൽ പറ്റില്ല, കോൾഡ് വാട്ടറിൽ നിന്ന് പറ്റില്ല, സ്റ്റീമിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, മെറ്റൽസ് ഓൺ ടോപ്പ് ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് അറ്റ് ബോട്ടം ഫ്രം സോൾട്ട് സൊല്യൂഷൻ. മെറ്റൽസ് അറ്റ്, ഇവിടെ മെറ്റൽസ് ബിലോ ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് above ഫ്രം സോൾട്ട് സൊല്യൂഷൻ. തിരിഞ്ഞു പോയതാണ് എഴുതിയത്. മെറ്റൽസ് ബിലോ ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് അബവ് ഫ്രം സോൾട്ട് സൊല്യൂഷൻ. അറിയാലോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം അടിയിലാണ് കിടക്കുന്നത്, ഓക്കെ, കോപ്പർ മേളിലാണ് കിടക്കുന്നത്. അപ്പോൾ കോപ്പറിന്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിന് ഈസിലി കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. Na2SO4 പ്ലസ് Cu ആക്കാൻ പറ്റും. അതായത് ബേസിക്കലി എന്തുകൊണ്ടാ? താഴത്തുള്ളമാർ ആർ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ Cu2+, അതിനെ റെഡ്യൂസ് ചെയ്യാൻ സോഡിയത്തിന് പറ്റും, ബിക്കോസ് സോഡിയം ഇസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. പക്ഷെ സിൽവറിന് പറ്റുമോ? ഇല്ല, സിൽവർ കോപ്പറിന്റെ മേളിലാണ് കിടക്കുന്നത്, സിൽവറിന് പറ്റില്ല. Ag പ്ലസ് കോപ്പർ സൾഫേറ്റ്, നത്തിങ് ഹാപ്പൻസ്. കാര്യം Agക്ക് Cu2+ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സാർ, ആരൊക്കെയാ ഹൈഡ്രജൻ ഓക്സിഡൈസ് ആൻഡ് റെഡ്യൂസ് ചെയ്യുക? എങ്ങനെ നോക്കുക? ഹൈഡ്രജൻ ആർക്കൊക്കെയാ? ഇപ്പൊ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്യാന്നാണോ ചോദ്യം? ആരൊക്കെയാണ് ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമെന്നാണോ ചോദ്യം? നിങ്ങൾ തന്നെ നോക്കുക. പറ്റില്ല. ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻസ് ആരൊക്കെയാ? ഹൈഡ്രജന്റെ മേളിലുള്ളവന്മാര്. മേളിലേക്ക് പോകുന്നതോറും ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത് കൂടുമല്ലോ. അപ്പൊ ഹൈഡ്രജന്റെ മേളിലുള്ളവന്മാര് ആർ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻസ്. ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോൺസ് എടുക്കാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഫൈൻ. സെറ്റാണോ? ഫൈൻ, ഗോട്ട് ഇറ്റ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. ഇപ്പൊ ഇങ്ങനെയാണ് നോക്കേണ്ടത്. താഴത്തുള്ളവന്മാർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടിൻ, നിക്കൽ, അയൺ, ക്രോമിയം, സിങ്ക്, അലൂമിനിയം, മെഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ലിത്യം, ലെഡ്, ഇവന്മാർക്കൊക്കെ ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. ഇവന്മാർക്കൊക്കെ ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്ത് H2 ആക്കി കളയും. ഓക്കെ ആണോ മക്കളെ? ഫൈൻ, അത് ഓർത്ത് വെക്കുക കേട്ടോ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. E0 for F2 plus 2 electron giving you 2F minus is 2.8. E0 for half F2 plus electron giving you Fs. എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ ഈ റിയാക്ഷനെ ഒരു ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റിയാക്ഷൻ കിട്ടി. E0 വല്ല മാറ്റം വരുമോ? ഒരിക്കലുമില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് E0 എന്ന് പറയുന്ന നമ്മുടെ ആശാൻ is an intensive property. E0 is an intensive property. It does not depend on stoichiometric coefficient.
E0 does not depend on stoichiometric coefficient. ഇലക്ട്രോൺ പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യൻ്റ് ആയിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ റിയാക്ഷൻ ഇങ്ങനെ എഴുതിയാലും ഇനിയിപ്പോൾ ഞാൻ ഇതിനെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും E0 മാറ്റം വരില്ല. സോ ഇറ്റ് വിൽ ബി 2 പോയിന്റ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. E0 ഇസ് എൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. Zn2 plus Ca2 plus Mg2 plus Na2 plus. Reducing power of the metals increase in the order. ഓർമ്മയുണ്ടല്ലോ, റെഡ്യൂസിങ് പവർ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും താഴത്തുള്ളവന്മാരുടെ താഴത്തുള്ളവന്മാരായിരിക്കും ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ദ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്, ഇതിൽ ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ? Ca. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അത് കഴിഞ്ഞിട്ട് ആർക്കാ? Mg. അല്ലേ? അത് കഴിഞ്ഞിട്ട് ആർക്കാ? സിങ്ക്. അത് കഴിഞ്ഞിട്ട് സിങ്ക് വരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ Ni വരുന്നത്. സോ ബേസിക്കലി ഇതായിരിക്കും. ഇതിൽ പലരും തെറ്റ് വരുത്താൻ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലെറ്റ് us say അവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. Ni2 plus lesser than Zn2 plus lesser than Mg2 plus lesser than Ca2 plus എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് പലരും ചൂസ് ചെയ്യും. മക്കൾ ഒരിക്കലും ചെയ്യരുത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസിങ് ഏജന്റ് നോക്കുകയാണെങ്കിൽ, റെഡ്യൂസിങ് പവർ എന്ന് വെച്ചാൽ എന്താ? വിച്ച് ഹാസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഈ റൈറ്റിലുള്ളവന്മാരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് റിയാക്ഷനെ തിരിച്ചു കാണാൻ ശ്രമിക്കുക. നേരെ മറിച്ച് ഇതേ ക്വസ്റ്റ്യൻ തന്നെ, വിച്ച് ഹാസ് what is the oxidizing agent strength? Oxidizing agent strength ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിലുള്ളവന്മാരെ കമ്പയർ ചെയ്യാം. മക്കളെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് തരുമ്പോൾ എന്നിട്ട് അവർ ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ളവന്മാരെ കമ്പയർ ചെയ്യാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് തന്നിട്ട് റെഡ്യൂസിങ് ഏജന്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ റൈറ്റിലുള്ളവന്മാരെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലുള്ളവന്മാരെ നോക്കിയിട്ട് ഏറ്റവും ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആരെ നോക്കുക. ഏറ്റവും ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആരാ? Ni2 plus. Ni എന്ന് എഴുതുന്നത് Ni2 plus. സോ Ni2 plus will be the greatest. അത് കഴിഞ്ഞിട്ട് Zn2 plus, അത് കഴിഞ്ഞിട്ട് Mg2 plus, അത് കഴിഞ്ഞിട്ട് Ca2 plus. ഇതായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത് ഓർഡർ. റെഡ്യൂസിങ് ഏജന്റ് സ്ട്രെങ്ത് ഓർഡർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, പക്ഷെ ഇവന്മാരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. സോ ബേസിക്കലി ഇവിടെ ഓപ്ഷൻ ബി ആണ് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്നാലും ജസ്റ്റ് റീഇൻഫോഴ്സിങ്. നെക്സ്റ്റ്, ഗിവൺ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ക്ലോറിൻ ഗ്യാസ് Cr3 plus, Cr2O2 minus, MnO4 minus. Among the following, the strongest reducing agent. Strongest reducing agent എന്ന് പറയുമ്പോൾ ഏതാ? ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വേണം. ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം. ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിൽ ആർക്കാ ഉള്ളത്? ഇവനാ ഉള്ളത്. അപ്പൊ ഇവനാണ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്കിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ്. Cr3+ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഏറ്റവും ലോവസ്റ്റ്. അപ്പോൾ Cr-ന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ്. Cr3+ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഏറ്റവും ലോവസ്റ്റ്. അപ്പോൾ Cr-ന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ ക്രോമിയം വിൽ ഹാവ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ക്രോമിയം വിൽ ബി ദ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ പലരും Cr3+ ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് നിൽക്കും. ഒരിക്കലും ഇല്ല. നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് സ്ട്രെങ്ത് നോക്കുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് നോക്കേണ്ടത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കുമ്പോൾ തിരിച്ചാലോചിക്കണം മക്കളെ. ഓക്കെ, അപ്പൊ ക്രോമിയം ടു Cr3+ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വിൽ ബി 0.74. ദാറ്റ് വിൽ ബി ദ ഹയസ്റ്റ്. കാര്യം എന്താ? Cr3+ ടു Cr റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ദ ലോവസ്റ്റ് ഈ നാലെണ്ണത്തിലും. അപ്പൊ നേരെ തിരിച്ചെഴുതുമ്പോൾ ക്രോമിയം ടു Cr3+ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇസ് ദ ഹയസ്റ്റ്. സോ ബേസിക്കലി എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണ് മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ഇലക്ട്രോ പൊട്ടൻഷ്യൽ വെച്ചിട്ട് EMF കണ്ടുപിടിക്കാൻ അറിയാലോ മക്കളെ. E cell is equal to reduction potential at cathode minus reduction potential at anode. It can also be written as reduction potential at cathode plus oxidation potential at anode. കാര്യം എന്താ? ഈ മൈനസ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ at anode എന്ന് വെച്ചാൽ എന്താ? മൈനസ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ at anode പോസിറ്റീവ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ at anode. അല്ലെങ്കിൽ it can also be written as oxidation potential at anode minus oxidation potential at cathode. കാര്യം എന്താ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് cathode
ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അറ്റ് കാത്തോഡ്. അപ്പം ഇങ്ങനെയും എഴുതാം. ഓക്കെ മക്കളെ, എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. എല്ലാവരും നോക്കിക്കേ മക്കളെ. സോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ അതേ ഫോമിൽ തന്നെ വരും. ഇ നോട്ട് ഓഫ് സെൽ ഇ നോട്ട് ഓഫ് കാത്തോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ പഠിച്ചു വെക്കാൻ നോക്കുക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് കാത്തോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് ആനോഡ്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇ നോട്ട് ഓഫ് സെൽ ഓർ ഇ സെൽ ഇസ് ഓൾവേസ് ബിഗ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സ്മോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് കാത്തോഡ് ഏതാണ് ആനോഡ് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അതിൽ ഏറ്റവും വലിയ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് അല്ല, ഏറ്റവും വലിയ വാല്യൂ എടുക്കുക. മാഗ്നിറ്റ്യൂഡ് അല്ല ഞാൻ പറയുന്നത്, ആക്ച്വലി ഏറ്റവും വലിയ വാല്യൂ എടുക്കുക. ദാറ്റ് വാല്യൂ മൈനസ് ദ സ്മോൾ വാല്യൂ. ബിഗ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സ്മോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ബിഗ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സ്മോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും നോക്കിയേ മക്കളെ. ദ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് സിങ്ക്, കോപ്പർ, സിൽവർ, ഹൈഡ്രജൻ, Ni ആർ 0.76 മൈനസ് 0.34 minus 0.80, 0.25 volt respectively. Which of the following reactions will provide maximum voltage? Which of the following reactions will provide maximum voltage? മക്കളെ, ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസ് തന്നിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്തായിരിക്കും? Zn2+/Zn റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി മൈനസ് 0.76. അതേപോലെ തന്നെ Cu2+/Cu റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി 0.34. അതേപോലെ തന്നെ Ag+/Ag റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി 0.8. അതേപോലെ തന്നെ ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി 0. ഓക്കെ, അതേപോലെ തന്നെ നിക്കൽ Ni2+/Ni റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി മൈനസ് 0.25. അപ്പോൾ ഇതിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും മാക്സിമം വോൾട്ടേജ് വരിക? മക്കളെ, മാക്സിമം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇ സെല്ല് മാക്സിമം ആയിരിക്കണം. നമുക്കറിയാം ഇ സെൽ ഇസ് നത്തിങ് ബട്ട് ഇ ഓഫ് കാത്തോഡ് മൈനസ് ഇ ഓഫ് ആനോഡ്. ഓക്കെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് കാത്തോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് ആനോഡ്. അപ്പൊ ഇത് മാക്സിമം വരണമെങ്കിൽ കാത്തോഡിൽ എന്താണോ അത് മാക്സിമം വരണം, ആനോഡിൽ എന്താണോ അത് മിനിമം വരണം. കാത്തോഡിലെ മാക്സിമം ആനോഡിലും മിനിമം വരണം, എന്നാലേ ഡിഫറൻസ് മാക്സിമം ആവുള്ളൂ. കാത്തോഡിലെ മാക്സിമം ആയിരിക്കണം, ആനോഡിലെ മിനിമവും ആയിരിക്കണം. കാത്തോഡിലെ മാക്സിമം ആയിരിക്കണം, ആനോഡിലെ മിനിമം ആയിരിക്കണം, എന്നാലേ ഡിഫറൻസ് മാക്സിമം ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ 10 - 2 8 ആണ്. അത് തന്നെ 11 - 1 ആക്കിയാലോ 10 ആണ് അല്ലെ? 11 - 10 11 - 1 എന്ന് വെച്ചാൽ 10. സോ ബേസിക്കലി ഇത് കൂട്ടി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് കൂടും. സോ ബേസിക്കലി നമുക്കിവിടെ മാക്സിമം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാത്തോഡ് ഏതാ? ഇതാണ് മാക്സിമം വാല്യൂ വരിക. ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ. അതേപോലെ തന്നെ മിനിമം വാല്യൂ ഏതാ വരിക? മിനിമം വാല്യൂ വരാൻ പോകുന്നത് സിങ്കിന്റെ ആണ്. ഇതാണ് മിനിമം. അപ്പൊ Ag പിടിച്ച് കാത്തോഡിലാക്കുക, സിങ്കിനെ പിടിച്ച് ആനോഡിലാക്കുക. Ag പിടിച്ച് കാത്തോഡിലാക്കുക, സിങ്കിനെ പിടിച്ച് ആനോഡിലാക്കുക. Ag പിടിച്ച് കാത്തോഡിലാക്കുക, സിങ്കിനെ പിടിച്ച് ആനോഡിലാക്കുക. ഇവനായിരിക്കും ദ ഹയസ്റ്റ് മാക്സിമം വോൾട്ടേജ് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആവില്ലേ? ഏതൗട്ടാ? ഏത് നെഗറ്റീവ് ആവില്ലേന്ന്? ഏതാണ് നെഗറ്റീവ് ആവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൗട്ടാ? ഇതാണോ? CR2 CR3 പ്ലസ് 0.74. അപ്പോൾ അതല്ല ഹയസ്റ്റ് വരാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ് CR3+. ഈ 4 അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ഹയസ്റ്റ് CRന്റെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? സെറ്റാണോ മക്കളെ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. മാക്സിമം വോൾട്ടേജിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കാത്തോഡിൽ മാക്സിമം റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ വെക്കാൻ നോക്കുക, ആനോഡിൽ മിനിമം റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ വെക്കാൻ നോക്കുക. അങ്ങനെയാണ് മാക്സിമം വോൾട്ടേജ് കിട്ടുക. നെക്സ്റ്റ്, the standard reduction potentials for Zn2+/Zn, Ni2+/Ni, Fe2+/Fe are given. The reaction X plus Y2+ giving you X2+Y will be spontaneous. അതായത് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കണം. മക്കളെ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കണം. സോ ബേസിക്കലി ഇവിടെ ഈ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് അവർ കാത്തോഡിൽ എടുത്തിരിക്കുന്നത് ആരെയാണ്? അവർ കാത്തോഡിൽ എടുത്തിരിക്കുന്നത് വൈനെയാണ്.
അവർ കാത്തോഡിൽ എടുത്തിരിക്കുന്നത് y2+/y ആണ്. ആനോഡിൽ എടുത്തിരിക്കുന്നത് x/x2+ ആണ്. അല്ല, ആനോഡ് റിയാക്ഷൻ is S getting converted to x2+, cathode reaction is y2+/y. So basically E cell should be positive. Spontaneous ആവാനായിട്ട് E cell പോസിറ്റീവ് ആയാൽ മതി. So reduction potential of cathode y2+/y minus reduction potential of x2+/x. ഇവിടെ ഞാൻ ആനോഡിന്റെ റിയാക്ഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത് x/x2+. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ സിമ്പിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് E of x2+/x. This should be greater than 0. ഇത് greater than 0 ആയിരിക്കണം. അപ്പോൾ y ആയിട്ട് ആരെ ചൂസ് ചെയ്യുന്നു, x ആയിട്ട് ആരെ ചൂസ് ചെയ്യുന്നു എന്ന് നോക്കി ചെയ്യണം. കാര്യം ഇവരുടെ ഡിഫറൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, വൈയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത്ര നോക്കിയാൽ മതി. വൈന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇല്ല മക്കളെ, മൈനസ് അല്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് അല്ലേ അവിടെ, -0.74 അല്ല. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ +0.74 ആവുമല്ലോ മനു. ഓക്കെ, ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.74, അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ 0.74 അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ Cl2/Cl മൈനസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 1.36. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, Cl-/C2ന്റെ Cl-/Cl2ന്റെ -1.36 ആയിരിക്കും. ഇവന്റെ 1.33 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, Cr3 + Cr2O7 - ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ will be -1.33. ഓക്കെ, അപ്പോൾ ഇവന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.74. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വിൽ ബി Cr giving you Cr3+, അത് 0.74 ആയിരിക്കും. ഓക്കെ ആണ് മക്കളെ. അപ്പോൾ ഇവിടെ നോക്കുക മക്കളെ, വൈയുടെ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വൈ ഷുഡ് ബി ചൂസൺ ഇൻ സച്ച് എ വേ ദാറ്റ് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ. അപ്പോൾ ഏതാ നോക്കുക മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ 1 നോക്കാം. x = ni, y = fe. x = ni, niയുടെ -0.23 ആണ്, ഫെയുടെ -0.44 ആണ്. ഞാൻ പറഞ്ഞു വൈയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ. അപ്പോൾ ഇവനല്ല എന്തായാലും. നെക്സ്റ്റ് x = ni, y = zn. x = ni, niയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.23 ആണ്, സിങ്കിന്റെ -0.76 ആണ്. വൈയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ. അപ്പോൾ ഇവനും അല്ല. ഇവനെ നോക്കാം, x = zinc, -0.76, y = ni, അത് കറക്റ്റാ. അല്ലേ, കാര്യം ഇവിടെ niയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് -0.23, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സിങ്കിന്റെ. സോ വൈയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഗ്രേറ്റർ, എക്സിന്റെ ഷുഡ് ബി ലോവർ, എന്നാലേ ഈ സെല്ല് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. സോ ദാറ്റ് മീൻസ് 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായോ കേട്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല ΔG ആൻഡ് E cell കണക്ഷൻ. ΔG = -NF E cell. N എന്താണെന്നറിയാലോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ സൈക്കിൾ ഓഫ് റിയാക്ഷൻ. എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണ് ആ സൈക്കിൾ ഓഫ് റിയാക്ഷനിൽ. ഓക്കെ, ΔG0 is -NF E0 cell. ഈ ΔG നെഗറ്റീവ് ആണെങ്കിൽ E cell പോസിറ്റീവ് ആണ്, റിയാക്ഷൻ സ്പോണ്ടേനിയസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഗാൽവനിക് സെല്ലിന്റെ ഉള്ളിൽ E cell പോസിറ്റീവ് ആണ്, ബാറ്ററിയുടെ E cell പോസിറ്റീവ് ആണ്, ΔG നെഗറ്റീവ് ആണ്. ΔG പോസിറ്റീവ് ആണെങ്കിൽ E cell നെഗറ്റീവ്, ΔG 0 ആണെങ്കിൽ E cell 0. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. നേൺസ്റ്റ് ഇക്വേഷൻ അറിയാലോ, E cell is equal to E0 of cell minus 2.303 RT by NF log of Q. Q എന്ന് വെച്ചാൽ എന്താ, ഒരു റിയാക്ഷന്റെ റിയാക്ഷൻ കോഷ്യന്റ്, C⁻C into D⁻D by A⁻A into B⁻B. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല സ്റ്റുഡൻസും മറന്നു പോകുന്ന കാര്യമാണ്. സർ, എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടി, സിങ്ക് +Cu2+ ഗിവിങ് യു Zn2++U എന്നൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വളരെ സിമ്പിളാണ്. ഈസ് ഈക്വൽ ടു E0 ഓഫ് സെൽ മൈനസ് ഈ പറഞ്ഞ പോലെ തന്നെ 2.303. അതിന്റെ വാല്യൂ വരുന്നത് 0.0591 by N ആണ് കേട്ടോ. ആ 298 കെൽവിൻ, ഈ ടെമ്പറേച്ചറിന്റെ വാല്യൂ 298 ഇട്ട് കഴിഞ്ഞാൽ 0.0591 by N അറിയാലോ എല്ലാവർക്കും. സോ E0 ഓഫ് സെൽ മൈനസ് 0.0591 by 2, N is equal to 2. കാര്യം സിങ്ക് 2 ഇലക്ട്രോൺ കൊടുക്കുന്നു, Cu2+ 2 ഇലക്ട്രോൺ എടുക്കുന്നു. ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+
ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. പക്ഷേ ഇത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടി, H2 പ്ലസ് U2 പ്ലസ് ഗിവിങ് യു Cu പ്ലസ് H പ്ലസ് എന്ന് ഒരു റിയാക്ഷൻ കിട്ടി. ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ വിൽ ബി, അണ്ടർസ്റ്റാൻഡ്, ഇവിടെ അക്വസ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഇവിടെ പലരുടെയും വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അക്വസിന് മാത്രമല്ല കോൺസെൻട്രേഷൻ ഉള്ളൂ, അപ്പോൾ അവനെ മാത്രം എടുത്താൽ മതി. സോ എല്ലാവരും വിചാരിക്കും കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദ ഹോൾ സ്ക്വയർ 0.059 ഇൻറ്റു by 2 log of concentration of H plus the whole square divided by concentration of Cu2 plus നിങ്ങൾ എഴുതി കളയും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഗ്യാസ് ഉള്ളിടത്ത് ഗ്യാസിൻ്റെ പ്രഷർ എടുക്കണം, ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ടൻ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഗ്യാസ് ഉള്ളിടത്ത് ഗ്യാസിൻ്റെ പ്രഷർ എടുക്കണം, പാർഷ്യൽ പ്രഷർ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇനി ഇവിടെ ഒരു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, ലെറ്റ് us assume. അങ്ങനെയാണ് ഈ പാർഷ്യൽ പ്രഷർ ദ ഹോൾ സ്ക്വയർ. പല സ്റ്റുഡൻസും തെറ്റ് വരുത്തുന്നതാണ്. അവർ അക്വസിനെ മാത്രം കൺസിഡർ ചെയ്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കും, ഗ്യാസിനെ അവോയ്ഡ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്, ഗ്യാസ് ഉണ്ടെങ്കിൽ സോളിഡിനെ ലിക്വിഡ്സിനെ അവോയ്ഡ് ചെയ്യാം, ഗ്യാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഈ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, മറക്കരുത് മക്കളെ. ഓക്കെ, ഫൈൻ. ഇനി നോൺസ്റ്റ് ഇക്വേഷൻ്റെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നോൺസ്റ്റ് ഇക്വേഷൻ ഇസ് വാലിഡ് ഫോർ ഹാഫ് ആൻഡ് ഫുൾ റിയാക്ഷൻസ്. ഹാഫ് റിയാക്ഷൻസ് എടുത്താലും ഫുൾ റിയാക്ഷൻസ് എടുത്താലും നോൺസ്റ്റ് ഇക്വേഷൻ വാലിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോൺസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഫോർ സിങ്ക് ഗിവിങ് യു Zn2 പ്ലസ് 2 ഇലക്ട്രോൺ. ഇതൊരു ഹാഫ് റിയാക്ഷനാണ്, ഇതിന് നോൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. അതേപോലെ ഒരു ഫുൾ സെൽ റിയാക്ഷൻ എന്തായാലും നോൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ is minus 0.059 into pH. അത് ഈ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ ചെറുതാണ്. ഓക്കെ, ഡൗട്ട് അല്ലല്ലോ, ഇംപെർഫെക്റ്റ് ആണ്, മോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തല്ലേ. മാഗ്നിറ്റ്യൂഡ് അല്ലാട്ടോ നോക്കേണ്ടത്, എപ്പോഴും ആക്ച്വൽ വാല്യൂസ് ആണ് എപ്പോഴും നോക്കേണ്ടത്. ആക്ച്വൽ വാല്യൂസ് ഇപ്പോൾ minus 0.74 ആണോ minus 1.36 ആണോ ഗ്രേറ്റർ, minus 0.74 ആണ് ഗ്രേറ്റർ. ആക്ച്വൽ വാല്യൂസ് ആണ് എപ്പോഴും എടുക്കേണ്ടത്, മറക്കരുത്. ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 0.059 into pH ഓൾസോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജയിൽ സ്ഥിരം ചോദിക്കാറില്ല, ആനോഡ് കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഇ സെൽ വാല്യൂ കുറയും. ആനോഡ് കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഇ സെൽ വാല്യൂ കുറയും. കാര്യം എന്താ, ഇ സെൽ ഇസ് നത്തിങ് ബട്ട് E0 minus 0.059 by n log of ആനോഡ് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിവൈഡ് ബൈ കാത്തോഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ ആനോഡ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എന്ത് പറ്റും, ഈ വാല്യൂ കൂടും, അപ്പോൾ ഈ മൊത്തം വാല്യൂ കുറയും. കാര്യം E0 മാറ്റമില്ലല്ലോ. അപ്പോൾ E0 മൈനസ് സംതിങ് ആണല്ലോ ആക്ച്വൽ പൊട്ടൻഷ്യൽ, ആക്ച്വൽ സെൽ EMF. E0 മൈനസ് സംതിങ്, ആ സംതിങ്ങിന്റെ വാല്യൂ കൂടും ആനോഡ് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ, അപ്പോൾ ടോട്ടൽ വാല്യൂ കുറയും. കാത്തോഡ് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഈ സെല്ലിന്റെ വാല്യൂ കൂടും. കാത്തോഡ് കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഈ സെല്ല് കൂടും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, E0 ഓഫ് സെൽ ഇസ് 2.303 RT/NF log ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതെങ്ങനെയാ മക്കളെ? നമുക്കറിയാം E സെൽ ഇസ് ഈക്വൽ ടു E0 ഓഫ് സെൽ മൈനസ് 2.303 RT/NF log ഓഫ് Q. ഇക്വിലിബ്രിയത്തിൽ എന്ത് പറ്റും, E സെൽ 0, നമ്മൾ നേരത്തെ കണ്ടതാ. ഇക്വിലിബ്രിയത്തിൽ Q വാല്യൂ K ആണ്. ഇക്വിലിബ്രിയത്തിൽ Q വാല്യൂ വിൽ ബി ഈക്വൽ ടു K, റിയാക്ഷൻ കോഷ്യന്റ് വിൽ ബി ഈക്വൽ ടു K. അപ്പോൾ ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ E0 ഓഫ് സെൽ ഇസ് ഈക്വൽ ടു 2.303 RT/NF log ഓഫ് K ഇരിക്കും. അത് തന്നെ ടെമ്പറേച്ചർ 298 ഇടുകയാണെങ്കിൽ 0.0591/n log ഓഫ് K ഇരിക്കും. മനസ്സിലായ മക്കളെ? ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് കോൺസെൻട്രേഷൻ സെൽ. കോൺസെൻട്രേഷൻ സെൽ എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ സെൽ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ആനോഡ് ആൻഡ് കാത്തോഡ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ആനോഡ് ആൻഡ് കാത്തോഡ് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ, മെയ്ഡ് ഓഫ് സെയിം ഇലക്ട്രോഡ്. ആനോഡ് ആൻഡ് കാത്തോഡ് മെയ്ഡ് ഓഫ് സെയിം ഇലക്ട്രോഡ്. അങ്ങനെ ഒരു സെല്ല് ഫങ്ഷൻ ചെയ്യൂ,
അങ്ങനെ ഒരു സെല്ല് ഫംഗ്ഷൻ ചെയ്യുമോ? അങ്ങനെ ഒരു സെല്ല് ഫംഗ്ഷൻ ചെയ്യും ഇഫ് ദ കോൺസെൻട്രേഷൻസ് ആർ ഡിഫറെൻറ്റ്. അത്തരത്തിലൊരു സെല്ലിനെയാണ് കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us say നമുക്കിവിടെ ഒരു കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെയും ഒരു കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ Cu2+, ഇവിടെയും Cu2+. ഓക്കെ, അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ എന്താണ്? Cu ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു Cu2+ + 2 ഇലക്ട്രോൺ. കാത്തോഡിലെ റിയാക്ഷൻ എന്താണ്? Cu2+ + 2 ഇലക്ട്രോൺ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു Cu. കാര്യം രണ്ടിടത്തും സെയിം ഇലക്ട്രോഡാണ്. ഇങ്ങനെ ഒരു സെല്ല് ഫംഗ്ഷൻ ചെയ്യുമോ? നമുക്ക് നോക്കാം. ഈ സെല്ലിൻ്റെ ഫോമിൽ എന്താ? E0 ഓഫ് സെൽ -0.059/2. കാര്യം 2 ഇലക്ട്രോൺ ആണല്ലോ. ലോഗ് ഓഫ് concentration of Cu2+ in the anode divided by concentration of Cu2+ in the cathode. അല്ലേ? കാര്യം ഇതാണല്ലോ പ്രോഡക്റ്റ് സൈഡിലുള്ളത്, ഇതാണല്ലോ റിയാക്ടൻസ് സൈഡിലുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, E0 ഓഫ് സെൽ 0 ആയിരിക്കും. E0 ഓഫ് സെൽ വിൽ ബി 0. സോ ദിസ് വിൽ ബി -0.059/2 log of anode concentration of Cu2+ in the anode divided by concentration of Cu2+ in the cathode. എന്തുകൊണ്ടാണ് E0 ഓഫ് സെൽ 0 ആയത്? കാര്യം രണ്ടിടത്തും സെയിം ഇലക്ട്രോഡാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാത്തോണ്ട് ആനോഡിൻ്റെ സെയിം ആയിരിക്കും. കാര്യം രണ്ടിടത്തും സെയിം ഇലക്ട്രോഡാണ്. ബട്ട് ഈ സെല്ലിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. എപ്പോൾ? ഈ സെല്ലിന് എപ്പോഴാണ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് ക്യാൻ ഫംഗ്ഷൻ ഇഫ് ദിസ് ഇസ് പോസിറ്റീവ്. ഈ വാല്യൂ പോസിറ്റീവ് ആയാൽ മതി. ഈ സെല്ല് പോസിറ്റീവ് ആയാൽ മതി. ഈ സെല്ല് പോസിറ്റീവ് ആവണമെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ലോഗരിതം വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. കാര്യം ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. E0 ഓഫ് സെൽ 0 ആയതുകൊണ്ട് ഇത് നെഗറ്റീവാണ്. അപ്പം ഇതും കൂടി നെഗറ്റീവ് ആയാൽ മതി. ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ കാത്തോഡിലെ കോൺസെൻട്രേഷൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാത്തോഡിലെ കോൺസെൻട്രേഷൻ അറ്റ് കാത്തോഡ് should be greater than concentration at anode. Concentration at cathode should be greater than concentration at anode. പിന്നെ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്? E0 ഓഫ് സെൽ ഇസ് ഈക്വൽ ടു 0. ഇതാണ് കോൺസെൻട്രേഷൻ സെല്ലിനെ കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ അറ്റ് കാത്തോഡ് ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞ കാര്യം? ഇവിടെ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആയാൽ ഈ വാല്യൂ ലെസ് ദാൻ 1 ആകും. സോ ലോഗരിതം ഓഫ് എ നമ്പർ ലെസ് ദാൻ 1 ഇസ് നെഗറ്റീവ്. അപ്പോൾ ആ നെഗറ്റീവ് ഇവിടെ ക്യാൻസൽ ആയി പോസിറ്റീവ് വരും. അപ്പോൾ കോൺസെൻട്രേഷൻ സെല്ല് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ കാത്തോഡിലെ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആനോഡിലെ കോൺസെൻട്രേഷൻ. കാത്തോഡിലെ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആനോഡിലെ കോൺസെൻട്രേഷൻ. ഓക്കെയാണോ മക്കളെ? ഫൈൻ. കോൺസെൻട്രേഷൻ സെല്ല് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇതാണ് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, കൂൾ. എല്ലാവരും നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോൺ സ്റ്റിക് ക്വസ്റ്റ്യൻ്റെ മൊത്തം ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാവരും നോക്കിയാൽ മക്കളെ? ഡൗട്ടാ? ഓക്കെ അല്ലേ? ഇത് നോക്കാം. CD + Hg2SO4 + 9/5H2O giving you CdSO4.9/5H2O + 2Hg. The value of E0 of cell is 4.315 at 25 degrees Celsius. Delta H0 is -825.2 kilojoules per mole. Standard entropy change is ചോദിച്ചിരിക്കുന്നത്. കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണ്. പ്രീവിയസ് JEE ക്വസ്റ്റനാണ്. പക്ഷെ നമുക്ക് ഈസിലി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ G0 is equal to ഡെൽറ്റ H0 - T ഡെൽറ്റ S0. ഇതിൽ നിന്ന് നമുക്ക് ഈസിലി കിട്ടും ഡെൽറ്റ S0 is nothing but ഡെൽറ്റ H0 - ഡെൽറ്റ G0 divided by അല്ലേ? ഈ ഡെൽറ്റ G0 നമുക്ക് NFE ഇട്ടൂടെ? കാര്യം ഡെൽറ്റ G0 is -NFE0. അപ്പൊ ഡെൽറ്റ G0 എന്തായിരിക്കും? +NFE0 divided by temperature. അപ്പൊ ഡെൽറ്റ H0 വാല്യൂ എത്രയാ? ഡെൽറ്റ H0 വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. -825.2 × 10⁻³ ജൂൾസിലാക്കണേ. ഇത് കിലോ ജൂൾസിലാണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലസ് N വാല്യൂ എന്താ? N വാല്യൂ എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ നോക്കിക്കേ. കാഡ്മിയം ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു CdSO4. CdSO4ൽ കാഡ്മിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2. SO4 2- CD2+, +2.
സോ ബേസിക്കലി 2 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. എപ്പോഴും എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ബാലൻസ് ചെയ്യുക, എന്നിട്ട് എന്നിൻ്റെ വാല്യൂ നോക്കുക. ഓക്കെ, സോ ബേസിക്കലി മൈനസ് 825.2 ഇൻറ്റു 10⁻³ പ്ലസ് എന്നിൻ്റെ വാല്യൂ 2 ആണ് ഇൻറ്റു 96487. എഫിൻ്റെ വാല്യൂ 96487 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇ നോട്ടിൻ്റെ വാല്യൂ 4.315. The whole divided by temperature. Temperature എത്രയാണ് മക്കളെ? Temperature is 298. Okay ആണോ മക്കളെ? And this will approximately be equal to 25.11 joules Kelvin raised to -1 mole raised to -1. Approximately 25 വരും ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആക്ച്വലി JEE അഡ്വാൻസിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ഈസിലി മെയിൻസ് ലെവലേ ഉള്ളൂ ഇത്. ഫോർ ദ ഫോളോയിങ് ഇലക്ട്രോകെമിക്കൽ സെൽസ് അറ്റ് 298 Kelvin PT/H2/M4+M2+/MT/PT. ഇതാണ് സെല്ല്. ഈ സെൽ ഇസ് ഈക്വൽ ടു 0.092. റേഷ്യോ ഓഫ് M2+/M4+ ഇസ് ഈക്വൽ ടു 10⁻x. E naught of M4+/M2+ 0.151 വന്നിട്ടുണ്ട്. 2.303 RT/F 0.059 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് എക്സ്, അതായത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്ക് ഈസിലി എഴുതാം. ഈ സെൽ ഇസ് ഈക്വൽ ടു E naught of M4+/M2+ മൈനസ് E naught of ഹൈഡ്രജൻ ഇലക്ട്രോഡ്. കാര്യം ഈ സെൽ എന്താ ഇവിടെ? E cell is basically E naught of cell എന്താ? E naught of cell is E naught of cathode minus E naught of anode. അപ്പോൾ E naught of cathode minus E naught of anode minus 0.059 by n value. n value എത്രയാ? 2 അല്ലേ മക്കളെ? M4+ to M2+, H2 to 2H+, H2 to 2H+. 2 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് അല്ലേ? 2 ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് റിലീസ് ചെയ്യും. സോ ടോട്ടലി 2 ഇലക്ട്രോൺസ്. സോ ഇൻടു ലോഗ് ഓഫ് ക്യൂയുടെ വാല്യൂ എല്ലാവരും നോക്കുക മക്കളെ. ആനോഡിലെ പ്രോഡക്റ്റ് എന്താ? ആനോഡിലെ പ്രോഡക്റ്റ് H+ ആണ്. അപ്പോൾ H+ ദ ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടാണ് H+ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കണേ? കാര്യം ഇതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ വരുന്നത് H2 + M4+ ഗിവിങ് യു 2H+ + M2+. ഇതാണ് ഇക്വേഷൻ വരിക. ബാലൻസ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. H2 + M4+ ഗിവിങ് യു 2H+ + M2+. അപ്പോൾ H+ ഹോൾ സ്ക്വയർ ഇൻറ്റു M2+, കോൺസെൻട്രേഷൻ ഓഫ് M2+, ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ. ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ എടുക്കണം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M4+. ഇനി ഈ സെല്ലിൻ്റെ വാല്യൂ എത്രയാണ്? ഈ സെല്ലിൻ്റെ വാല്യൂ ഇവരുടെ തന്നിട്ടുണ്ട് 0.092. ഇവിടെയോ E naught ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? E naught ഓഫ് ഹൈഡ്രജൻ 0 ആണ്. അപ്പോൾ E naught ഓഫ് M4+/M2+ എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.151 മൈനസ് 0.059 by 2 log ഓഫ് H+ കോൺസെൻട്രേഷൻ എത്രയാണ്? ഭാഗ്യത്തിന് H+ കോൺസെൻട്രേഷൻ 1 ആണ്. പ്രഷർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? അതും 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ലോഗ് ഓഫ് M2+ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ M4+ കോൺസെൻട്രേഷൻ. ഇത് റീഅറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് ഓഫ് M2+ ബൈ M4+ is equal to എത്രയാ? 2 എന്ന് വരും. That means concentration of M2+ by concentration of M4+ is equal to 10⁻². So 2 will be the answer. മനസ്സിലായോ മക്കളെ? സെറ്റ് ആണല്ലോ? Got it? Next. Which graph correctly correlates E cell as a function of concentrations for the cell? അതായത് ഈ ഒരു സെല്ല് തന്നിട്ടുണ്ട്. Y ആക്സിസിൽ ഈ സെല്ലിനെ പ്ലോട്ട് ചെയ്യണം, എക്സ് ആക്സിസിൽ ലോഗ് ഓഫ് Zn2+ ബൈ Ag+ പ്ലോട്ട് ചെയ്യണം. ഏത് ഗ്രാഫാണ് കറക്റ്റ്ലി കോറിലേറ്റ് ചെയ്യുക? നമുക്ക് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതി നോക്കാം. E cell is equal to
E naught of cell minus ഇപ്പോൾ 298 Kelvin ആണെന്ന് വിചാരിക്കുക. 0.059 by n വാല്യൂ എത്രയായിരിക്കും? Zinc getting converted to Zn2 plus. അപ്പോൾ n value is equal to 2. Log of concentration of Zn2 plus ന്യൂമറേറ്ററിൽ വരും divided by concentration of Ag plus. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ മക്കളെ. ഇവിടെ ഒരു സ്ക്വയർ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ മിസ്സായിട്ടുണ്ട്. ഹോൾ സ്ക്വയർ അല്ല, Ag പ്ലസ് സ്ക്വയർ ഡിനോമിനേറ്ററിലുണ്ട്. അതായത് എക്സ് ആക്സിസിൽ ലോഗ് ഓഫ് Zn2 പ്ലസ് ബൈ Ag പ്ലസ് ദ ഹോൾ സ്ക്വയർ വരേണ്ടത്. ലോഗ് ഓഫ് Zn2 പ്ലസ് ബൈ Ag പ്ലസ് ദ ഹോൾ സ്ക്വയർ. കാര്യം ഇവിടെ Ag പ്ലസിന് ഒരു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ എഴുതുക, ഇത് ഇവിടെ എഴുതുക. സോ ബേസിക്കലി നമ്മൾ വൈ ആക്സിസിൽ ഈ സെല്ലിനെ പ്ലോട്ട് ചെയ്യണു. ഇ നോട്ട് ഓഫ് സെൽ എന്തായാലും ഫിക്സഡാ. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് സി. സോ ദിസ് ക്യാൻ റിസംബിൾ y is equal to c plus mx. x എന്താണ്? x എന്താണ്? ലോഗ് ഓഫ് Zn2 പ്ലസ് ബൈ Ag പ്ലസ് ദ ഹോൾ സ്ക്വയർ. m എന്താണ്? മൈനസ് 0.059/2. c എന്താണ്? ഇ നോട്ട് ഓഫ് സെൽ. സോ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നോക്കിക്കേ മക്കളെ, സ്ലോപ്പ് ഇസ് നെഗറ്റീവ്. സോ വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഇഫ് യു പ്ലോട്ട് ഇ സെൽ and log of Zn2 plus by Ag plus the whole square, you'll get a straight line with a negative slope. Straight line with a negative slope വരുന്നത് ഏതാ? ഓപ്ഷൻ ബി മാത്രമാണ്. ഓപ്ഷൻ ബി മാത്രം. അത് തന്നെ y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? y ഇന്റർസെപ്റ്റ് വിൽ ബി ഇ നോട്ട് ഓഫ് സെൽ. ഇതിൽ y ഇന്റർസെപ്റ്റ് ഇ നോട്ട് ഓഫ് സെൽ ആ. നോക്കിക്കേ, ഇ നോട്ട് ഓഫ് സെൽ. അത് ഇ നോട്ട് ഓഫ് സെൽ 1.56 ആ. അതുകൊണ്ട് 1.56 ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, for the given cell Cu/Cu2 plus /Cu2 plus /Cu, change in Gibbs energy is negative if. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും മക്കളെ, ദിസ് ഇസ് എ കോൺസെൻട്രേഷൻ സെൽ. കോൺസെൻട്രേഷൻ സെല്ലിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കണം. അതായത് ഈ സെല്ല് പോസിറ്റീവ് ആവണം. കോൺസെൻട്രേഷൻ സെല്ലിൽ ഈ സെല്ല് പോസിറ്റീവ് ആവണമെങ്കിൽ സാർ പറഞ്ഞ കണ്ടീഷൻ എന്താ? കാത്തോഡ് കോൺസെൻട്രേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആനോഡ് കോൺസെൻട്രേഷൻ. കാത്തോഡ് കോൺസെൻട്രേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആനോഡ് കോൺസെൻട്രേഷൻ. അതായത് കാത്തോഡിലെ C2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C1. C2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C1. C2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C1 വരുന്ന ഏത് ഓപ്ഷനാണുള്ളത്? ഇതല്ല. കാര്യം ഇവിടെ C2 = C1/√2 ആണ്. ഇവിടെ C1 = 2C2 ആണ്. ഇതിലൊക്കെ C1 ആ ഗ്രേറ്റർ. പക്ഷെ ഓപ്ഷൻ എ നോക്കിക്കേ, C2 = √2 ടൈംസ് C1. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, വാല്യൂ എന്തായാലും കുഴപ്പമില്ല. C2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C1. അതായത് കാത്തോഡിലെ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആനോഡിലെ കോൺസെൻട്രേഷൻ. എന്നാലേ കോൺസെൻട്രേഷൻ സെല്ല് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായ മക്കളെ? ഇസ് എ ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ EMF ഓഫ് ദ സെൽ H2 1 atm PT/H plus A is equal to X, H plus A is equal to 1 H2. അതായത് ഇവിടെ ഈ സെല്ല് ആക്ച്വലി എഴുതിയിരിക്കുന്ന രീതി തെറ്റാണ്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. PT/H2/H plus കോൺസെൻട്രേഷൻ X /H plus കോൺസെൻട്രേഷൻ 1/H2/PT. ഇതും ഒരു കോൺസെൻട്രേഷൻ സെല്ല. നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹൈഡ്രജൻ ഇലക്ട്രോഡ്. The pH of the solution is, അതായത് ഇതാണ് ചോദിച്ചിരിക്കുന്നത്, pH of the solution. അപ്പോൾ H plus കോൺസെൻട്രേഷൻ, ഈ എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ pH കണ്ടുപിടിക്കാൻ പറ്റില്ല. pH is minus logarithm of X minus logarithm of H plus കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത് കിട്ടിയാൽ മതി. നമുക്കറിയാം അവർ തന്നിരിക്കുന്ന എന്താണ്? EMF തന്നിട്ടുണ്ട് 0.59. അപ്പോൾ നമുക്കറിയാം കോൺസെൻട്രേഷൻ സെല്ലിൽ EMF is equal to ഇ നോട്ട് ഓഫ് സെല്ല് ഇല്ല. ഇ നോട്ട് ഓഫ് സെല്ല് എന്തായാലും 0 ആണ്. -0.059 ബൈ എൻ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 2 ആയിട്ട് എടുക്കുകയാണ്. H2 giving you 2H plus അല്ലേ. log of എല്ലാവരും നോക്കിക്കേ മക്കളെ, ആനോഡിലെ കോൺസെൻട്രേഷൻ the whole square divided by കാത്തോഡിലെ കോൺസെൻട്രേഷൻ the whole square into എന്താ പറയണ്ടേ? into pressure of hydrogen at cathode by pressure of hydrogen at anode. ഇത് എടുക്കാൻ മറക്കരുത് കേട്ടോ. കാര്യം ഇത് ഒരു ഗ്യാസ് ഇലക്ട്രോഡാ. അപ്പൊ ആനോഡിലെ റിയാക്ഷൻ നോക്കുമ്പോൾ ആനോഡിലെ റിയാക്ഷൻ H2 giving you 2H plus 2 electron.
Cathode reaction will be 2H plus 2 electron giving you H2. Now understand that anode 2H plus und H2 ഉണ്ട് reactant side. Cathode H2 product side ഉണ്ട് H plus reactant side ഉണ്ട്. അപ്പോൾ basically Q value എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്രഷറിനെ മാറ്റി നിർത്താൻ പാടില്ല. Q value എടുക്കുമ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ ആരൊക്കെ ഉണ്ട് നോക്കുക. H plus the whole square. ഈ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താ X എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ X സ്ക്വയർ. പിന്നെ പ്രോഡക്റ്റ് സൈഡിൽ ആരാ ഉള്ളത്? ഈ ഹൈഡ്രജൻ. ഏത്? കാത്തോഡിലെ ഹൈഡ്രജൻ ഗ്യാസ്. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ കാത്തോഡ് ഇട്ടിരിക്കുന്നത്. പിന്നെ റിയാക്ടൻറ്റ് സൈഡിൽ ആരാ ഉള്ളത്? ആനോഡിലെ ഹൈഡ്രജൻ ഗ്യാസ്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അറ്റ് ആനോഡ് ഡിനോമിനേറ്ററിൽ വന്നത്. പിന്നെ ആരാ ഉള്ളത്? കാത്തോഡിലെ H പ്ലസ് ദ ഹോൾ സ്ക്വയർ. അതുകൊണ്ട് 1 സ്ക്വയർ ഇട്ടിരിക്കണം. കാര്യം H പ്ലസ് അറ്റ് കാത്തോഡ് 1 ആണ്. ഓക്കെ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് പ്രഷേഴ്സും 1 ആണെന്ന് തന്നിട്ടുണ്ട്. കാത്തോഡിലെ പ്രഷറും ആനോഡിലെ പ്രഷറും 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, H2 പ്രഷർ അറ്റ് ആനോഡ്, H2 പ്രഷർ അറ്റ് കാത്തോഡ് രണ്ടും 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.59 is equal to minus 0.059 by 2 log of x square എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ് മക്കളെ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -10 log of x is equal to -10 എന്ന് വരും. അതായത് മൈനസ് log of x is equal to 10. ഈ മൈനസ് log of x ആണല്ലോ pH. H plus concentration at anode എത്രയാ? X. അപ്പോൾ മൈനസ് log of x is basically 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH is equal to 10. കഴിഞ്ഞു. That's it. pH is equal to 10. ഓക്കെ ആണോ മക്കളെ? Got it? Next. A hydrogen gas electrode is made by dipping platinum wire in a solution of pH 10 and by passing hydrogen gas around the platinum wire at 1 atm. The oxidation potential of electrode would be. മക്കളെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ സിമ്പിൾ ഫോർമുല എന്താ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ സിമ്പിൾ ഫോർമുല എന്താ? 0.059 into pH. 0.059 into pH. So that means 0.059 into 10. That is equal to 0.59. That is equal to 0.59. Reduction potential ആണെങ്കിൽ -0.059 into pH എന്ന് പറഞ്ഞാൽ. So basically ഇവിടെ 3 ആണ് ആൻസർ വരിക. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Assume a cell with the following reaction. Cu plus 2 Ag plus ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, Cu2 plus ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, E0 of cell തന്നിട്ടുണ്ട്. E cell for the above reaction. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കട്ടെ. സാർ ചെയ്യാൻ കാത്തിരിക്കരുത്. E0 of cell minus 0.059. കാര്യം ടെമ്പറേച്ചർ 298 n വാല്യൂ എന്താ? 2. കാര്യം Cu getting converted to Cu2 plus, 2 Ag plus getting converted to 2 Ag. 2 electrons involved. Log of concentration of Cu2 plus divided by concentration of Ag plus the whole square. അല്ലേ? Ag plus the whole square എടുക്കാൻ മറക്കരുത്. കാര്യം സ്റ്റോക്കിയോമെട്രിക് ക്വസ്റ്റ്യൻ ഇവിടെ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.97 minus 0.059 by 2 into log of Cu2 plus concentration എത്രയാ? 0.25 divided by Ag plus concentration the whole square എന്ന് പറയുമ്പോൾ Ag plus concentration the whole square എന്ന് പറയുമ്പോൾ 10 power minus 3 the whole square അല്ലേ? അതായത് 10 power minus 6 വരും. 10 power minus 6 അല്ലേ മക്കളെ? അല്ലേ? So that is equal to 2.97 minus 0.059 by 2 log of 0.25 by 10 power minus 6 എന്ന് പറയുമ്പോൾ 0.25 into 10 power 6 ആണല്ലോ. അതായത് 2.5 into 10 power 5 എന്ന് വരും. എന്തിനാണ് ഞാൻ 2.5 എന്ന് എടുത്തത്? കാര്യം log 2.5 ഇവിടെ തന്നിട്ടുണ്ട്. So this will be equal to 2.97 minus 0.059 by 2 log of 2.5 plus log of 5 plus log of 5. Log of 2.5 plus log of 5. ഓക്കെ ആണോ മക്കളെ? Got it? അപ്പോൾ log of 2.5 ഇവിടെ തന്നിട്ടുണ്ട്. Log of 2.5 ഇവിടെ തന്നിട്ടുണ്ട്. Log of 5 അല്ല, log of 10 power 5.
log of 10 power 5, log of 5 അല്ല, log of 10 power 5 ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചു, log of 2.5 പ്ലസ് log of 10 power 5. log of 10 power 5 5 ആണ്. അപ്പോൾ ഇത് 5 വരും. log of 2.5 ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇത് അപ്രോക്സിമേറ്റ്ലി വരാൻ പോകുന്നത് 3 ആണ് കേട്ടോ. സോ 3 വിൽ ബി ദി ആൻസർ. 3 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണ് മക്കളെ. ഒന്നുമില്ല, ലോഗറിതത്തിൻ്റെ പ്രോപ്പർട്ടീസ്, നേൺസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എല്ലാവരും നോക്കിക്കേ മക്കളെ. The Gibbs energy change in joules for the reaction at Cu2 plus equal to SN2 plus equal to 1 molar. അതായത് ഈ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cu2 പ്ലസിൻ്റെ കോൺസെൻട്രേഷനും SN2 പ്ലസിൻ്റെ കോൺസെൻട്രേഷനും 1 മോളാർ ആണ് മക്കളെ. കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്, ടെമ്പറേച്ചർ 298 ആണ്. ഇനി എന്താ വേണ്ടത്? അത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അല്ലേ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അല്ലേ? അപ്പോൾ ഇവിടെ ഡെൽറ്റ ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ ജി നോട്ട് ആയിരിക്കും. ഇവിടെ ഡെൽറ്റ ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ ജി നോട്ട് ആയിരിക്കും. ഡെൽറ്റ ജി നോട്ട് എന്താ? മൈനസ് എൻ എഫ് ഇ നോട്ട്. മൈനസ് എൻ എഫ് ഇ നോട്ട്. എന്നിൻ്റെ വാല്യൂ എത്ര? 2. 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇവിടെ. സി യു ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു Cu2 പ്ലസ്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു എഫിൻ്റെ വാല്യൂ 96500 ഇൻറ്റു ഇ നോട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇ നോട്ട് എന്ന് വെച്ചാൽ എന്താ? ഇ നോട്ട് ഓഫ് സെൽ. ഇ നോട്ട് ഓഫ് സെൽ ഇ നോട്ട് ഓഫ് കാത്തോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ്. ഇവിടെ കാത്തോഡ് എന്താ മക്കളെ? ഇവിടെ കാത്തോഡ് ടിന്ന. കാത്തോഡ് എന്താണ്? കാത്തോഡ് ടിന്നാണ്. സോ മൈനസ് 0.16 മൈനസ് ആനോഡിൻ്റെ എത്രയാണ്? മൈനസ് 0.34. ഓക്കെ, ആക്ച്വലി ഇത് ഡെൽറ്റ ജി നോട്ട് പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. സോ ദിസ് വിൽ ബി ഹൗ മച്ച്? മൈനസ് 2 ഇൻറ്റു 96500 ഇൻറ്റു മൈനസ് 0.16 മൈനസ് 0.34 എത്രയാണ്? മൈനസ് 0.5. അതായത് 2ഉം മൈനസ് 0.5 ക്യാൻസൽ ആയി പോകും, 1 ആവും. സോ ദിസ് വിൽ ബി 96500. 96500 ആണ് ആൻസർ ആയിട്ട് വരിക. ഡെൽറ്റ ജി നോട്ട് പോസിറ്റീവ് കിട്ടി. അതായത് ഈ സെല്ല് ഫംഗ്ഷൻ ചെയ്യില്ല. കാരണം ഡെൽറ്റ ജി നോട്ട് നെഗറ്റീവ് വരണ്ടേ. ഞാൻ പറഞ്ഞ ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് കേട്ടോ. ഈ കണ്ടീഷനിൽ ഇത് ഫംഗ്ഷൻ ചെയ്യില്ല. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, ഇൻ ദ സെൽ, ഈ പെർട്ടിക്കുലർ സെല്ല് ദേ ഇതാണ് സാറ് നേരത്തെ പറഞ്ഞത്. കണ്ട, ജെയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. സോൾട്ട് ബ്രിഡ്ജ് അവരവിടെ തന്നിട്ടില്ല. പലരും കൺഫ്യൂസ് ആയിപ്പോയി. ഇതെന്താ ഇപ്പോൾ ഇത്? സെൽ പൊട്ടൻഷ്യൽ 0.92 എന്ന് തന്നിട്ടുണ്ട്. വെൻ എ 10 power -6 മോളാൽ HCl സൊല്യൂഷൻ ഇസ് യൂസ്ഡ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് Ag/AgCl ഇലക്ട്രോഡ്സ്. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് കാത്തോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. മക്കളെ, ഇങ്ങനെ വരുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു, ദിസ് ക്യാൻ ബി ഇൻറ്റർപ്രറ്റഡ് ആസ് PT/HCl/HCl/AgCl/Ag/PT. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇവിടെ ഈ HClന്റെ കോൺസെൻട്രേഷനും C, ഇതും കോൺസെൻട്രേഷൻ C ആയിരിക്കും. രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ C ആയിരിക്കും. അപ്പോൾ ഇവിടെ ആനോഡിലെ റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? ആനോഡിലെ റിയാക്ഷൻ H2 ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു 2H പ്ലസ് 2 ഇലക്ട്രോൺ. കാത്തോഡിലെ റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? കാത്തോഡിലെ റിയാക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് ഇലക്ട്രോഡ്. AgCl പ്ലസ് ഇലക്ട്രോൺ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു Ag പ്ലസ് Cl മൈനസ്. Ag പ്ലസ് Cl മൈനസ്. Ag പ്ലസ് Cl മൈനസ്. Ag plus Cl minus. Ag plus Cl minus. അല്ലേ? അപ്പം നെറ്റ് റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? നെറ്റ് റിയാക്ഷൻ ഇലക്ട്രോൺസ് ഈക്വൽ ആക്കണം. നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് H2 പ്ലസ് 2AgCl. കാര്യം എന്താ? ഇവിടെ ഒരു ഇലക്ട്രോണും ഇവിടെ 2 ഇലക്ട്രോണും ഉള്ളൂ. അപ്പോൾ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടാമത്തെ ഇക്വേഷന്. ഗിവിങ് യു 2Ag പ്ലസ് 2Cl മൈനസ് പ്ലസ് 2H പ്ലസ്. ഇതാണ് വരിക. ഇതാണ് നെറ്റ് റിയാക്ഷൻ വരിക. ഓക്കെ, ഫൈൻ. ഇനി എന്താണ്? ഇനി നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇനി നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. സോ ബേസിക്കലി നമുക്ക് നോക്കാം. സെൽ പൊട്ടൻഷ്യൽ 0.92 എന്ന് വന്നിട്ടുണ്ട്. സോ 0.92 is equal to
ഇ നോട്ട് ഓഫ് സെൽ എന്താ? ഇ നോട്ട് ഓഫ് സെൽ ഇ നോട്ട് ഓഫ് കാത്തോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ്. അപ്പോൾ ഇ നോട്ട് ഓഫ് കാത്തോഡ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇ നോട്ട് ഓഫ് AgCl/Ag മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ് എന്താ? 0. ഇ നോട്ട് ഓഫ് ആനോഡ് 0, കാരണം ഹൈഡ്രജൻ ഇലക്ട്രോഡാ. മൈനസ് 0.06 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 0.06 ഡിവൈഡഡ് ബൈ 2 ലോഗ് ഓഫ്, ഇവിടെ നോക്കിക്കേ മക്കളെ, Cl minus concentration the whole square into H plus concentration the whole square divided by partial pressure of hydrogen എടുക്കേണ്ടി വരും. Ag എടുക്കണ്ട, സോളിഡാ. AgCl എടുക്കണ്ട, സോളിഡാ. സോ ബേസിക്കലി ഇവിടെ concentration of Cl minus the whole square into concentration of H plus the whole square divided by partial pressure of hydrogen. So that is equal to E naught of AgCl/Ag minus 0.03 അല്ല 0.06/2 തന്നെ എടുക്കാം. ആ 2 ബേസിക്കലി ഇവിടെ ലോഗ് ഓഫ് Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും മക്കൾ? ഇവിടെ കൊടുത്തിട്ടുണ്ട് HCl കോൺസെൻട്രേഷൻ 10⁻⁶ ആണെന്ന്. മോളാലിനാ കൊടുത്തേക്കണേ, ബട്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ടു ബി മൊളാരിറ്റി. ഓക്കെ, വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ 10⁻⁶ HCl. അപ്പോൾ Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്താ? 10⁻⁶. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താ? 10⁻�6. രണ്ടും 10⁻�6 ആണ്. കാരണം HCl കോൺസെൻട്രേഷൻ രണ്ടിടത്തും ഞാൻ പറഞ്ഞു സെയിം HCl തന്നെ ആയിരിക്കും, സെയിം കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും സെയിം HCl, രണ്ടിടത്തും കോൺസെൻട്രേഷൻ 10⁻�6 ആണ്. അപ്പോൾ രണ്ടിടത്തും Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ 10⁻�6 ആയിരിക്കും, രണ്ടിടത്തും H പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻�6 ആയിരിക്കും. സോ ബേസിക്കലി ഇവിടെ ലോഗ് ഓഫ് 10⁻�6 the whole square into 10⁻�6 the whole square വരും. Okay, this is 0.92. So that is equal to E naught of AgCl/Ag minus 10⁻�6 the whole raised to 4 വരും. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 0.06 into 2 into 10 into 6 എന്ന് വരും, ഇൻറ്റു -6 എന്ന് വരും. -6 പോയി ഇവിടെ 6 എന്ന് വരും. അല്ല, ഈ 2 ഇത് 10⁻�6 the whole raised to 4 അല്ലേ? അപ്പോൾ ആ 4 പുറത്തേക്ക് എടുക്കുകയാണ്, ഈ 2 ആയിട്ട് ക്യാൻസൽ ആയിപ്പോൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. സോ 0.06 into 2 into 6, കാര്യം ഇവിടെ -6 അല്ല വരിക, ലോഗ് ഓഫ് 10⁻�6 -6 വരും. ആ മൈനസും ക്യാൻസൽ ആയി ഇത് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.92. അപ്പോൾ ബേസിക്കലി ഇ നോട്ട് ഓഫ് AgCl/Ag എത്രയാണ് വരിക മക്കളെ? 0.92 മൈനസ് 0. ഇത് എത്ര വരിക? 0.72 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ആണ് ആൻസർ ആയിട്ട് വരിക. ഡി ആയിരിക്കും ആൻസർ. ഓക്കെ ആണ് മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the standard electrode potential for a cell is 2 volt at 300 Kelvin, the equilibrium constant K for the reaction is. Equilibrium constant question ആണ്. നമുക്കറിയാം E naught of cell, നമുക്കറിയാം എന്ത്? E naught of cell is equal to 2.303 RT by NF log of equilibrium constant. നമ്മൾ നേരത്തെ കണ്ടതാ. This can also be written as RT by NF ln of equilibrium constant. ഇത് LOG ആയതുകൊണ്ടാണ് 2.303 മൾട്ടിപ്ലൈ ചെയ്തത്. ln എടുത്തു ഞാൻ. കാര്യം എന്താ? ഇവിടെ ഓപ്ഷൻസിൽ E raised to something ആണ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ E naught of cell എത്രയാ? E naught of cell 2 എന്ന് തന്നിട്ടുണ്ട്. RT by NF, N എത്രയാ? 2 ആണ്. 2 into F into ln of K. അപ്പോൾ ln of K എത്ര വരും? ln of K is equal to 2 into 2F. ആ 2Fനെ മേളിലേക്ക് എടുക്കുക, ഡിവൈഡഡ് ബൈ RT. 2 into 2F ഡിവൈഡഡ് ബൈ RT. ഓക്കെ, ആറിൻ്റെ വാല്യൂ എല്ലാം നോക്കുക. 2 into 2 into Fൻ്റെ വാല്യൂ എത്ര? 96500. ആറിൻ്റെ വാല്യൂ എത്ര? 8 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിയുടെ വാല്യൂ എത്ര? 300 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. This will come out to be approximately 160 ആണ്. So ln of K is equal to 160. That means K is equal to E raised to 160. ഓക്കെ മക്കളെ, ഇത് 160 അല്ലേ വരിക? സർ ഒന്ന് നോക്കട്ടെ. 4 into
96500 divided by 8 divided by 300, 160.8. Close to 161 ആണ് വരിക. സോ e raised to 160 വരും. Is that clear മക്കളെ? D ആണ് ഉത്തരം. Got it? Okay. നെക്സ്റ്റ് നമുക്ക് കിടക്കാം ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണെന്ന് അറിയാലോ മക്കളെ? ഇലക്ട്രോലൈറ്റിക് സെൽ ഇസ് ബേസിക്കലി നേരെ ഓപ്പോസിറ്റ് നടക്കുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നടക്കാൻ സാധ്യതയില്ലാത്തൊരു റിയാക്ഷനെ നടത്തിക്കുന്നു, ഫോഴ്സ്ഫുള്ളി നടത്തിക്കുന്നു ഫ്രം എക്സ്റ്റേണൽ സപ്ലൈ. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ഹാവ് Na plus and Cl minus over here. ഇവിടെ ബേസിക്കലി കാറ്റയോൺസ് വിൽ മൂവ് ടുവേർഡ്സ് കാത്തോഡ്, ആനയോൺസ് വിൽ മൂവ് ടുവേർഡ്സ് ആനോഡ്. ഇതാണ് കാത്തോഡ്, ഇതാണ് കാത്തോഡ് നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റ്, ഇതാണ് ആനോഡ് പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റ്. ഓക്കെ, കാത്തോഡ് കാറ്റയോൺസ് മൂവ് ടുവേർഡ്സ് കാത്തോഡ്, ആനയോൺസ് മൂവ് ടുവേർഡ്സ് ആനോഡ്. കാത്തോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. അത് ഗാൽവനിക് സെൽ ആയിക്കോട്ടെ ഇലക്ട്രോലൈറ്റിക് സെൽ ആയിക്കോട്ടെ, കാത്തോഡിൽ എപ്പോഴും റിഡക്ഷനാണ് നടക്കുക. ആനോഡിൽ എന്താ നടക്കുന്നത്? ആനോഡിൽ ഓക്സിഡേഷൻ, Cl minus 2Cl minus getting converted to Cl2 plus 2 electron. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ കാറ്റയോൺസും മൾട്ടിപ്പിൾ ആനയോൺസും ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാലോ മക്കളെ പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി. അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒന്നിൽ കൂടുതൽ കാറ്റയോൺസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Li പ്ലസ് ഉണ്ട്, Ka പ്ലസ് ഉണ്ട്, Mg2 പ്ലസ് ഉണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും റണ്ണിങ് റേസ് വെക്കും, ഇവരെല്ലാവരും കാത്തോഡിൻ്റെ അടുത്തേക്ക് ഓടും. അതിൽ ഏറ്റവും ടെൻഡൻസി ആർക്കാ കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ? അവനായിരിക്കും ആദ്യം റെഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി അനുസരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ മതി. ഇപ്പോൾ Au3 പ്ലസ്, Ag പ്ലസ്, Hg2 പ്ലസ്, U2 പ്ലസ്, H പ്ലസ്, Ni2 പ്ലസ്, ഈ കാറ്റോൺസ് ഒക്കെ ഉള്ള ഒരു കണ്ടെയ്നറിൽ Au3 പ്ലസിനായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഡൻസി. കാര്യം എന്താ? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഏറ്റവും ഹയസ്റ്റ്. Li പ്ലസ് ആയിരിക്കും ഏറ്റവും കുറവ് ടെൻഡൻസി. കാര്യം എന്താ? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ലോവസ്റ്റ്. അപ്പോൾ ഇവനായിരിക്കും ഏറ്റവും മേജറായിട്ട് ആദ്യം പോയിട്ട് റെഡ്യൂസ് ആവാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കുക. അതേപോലെ തന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയോൺസിൻ്റെ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ് മനസ്സിലാവും. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ടെൻഡൻസി ഓഫ് SO4 മൈനസ് ലീസ്റ്റ്, അത് കഴിഞ്ഞ് NO3 മൈനസ്, അത് കഴിഞ്ഞ് OH മൈനസ്, Cl മൈനസ്, Br മൈനസ്, I മൈനസിൻ്റെ ടെൻഡൻസിയാണ് ഏറ്റവും ഹയസ്റ്റ്. ഈ പറഞ്ഞ ആനയോൺസിൽ I മൈനസിൻ്റെ ടെൻഡൻസിയാണ് ഹയസ്റ്റ് ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സാറ് ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഓരോരോ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്വസ് NaClൻ്റെ, അതേപോലെ തന്നെ മോൾട്ടൺ NaClൻ്റെ, വെരി ഡൈല്യൂട്ട് NaClൻ്റെ, അക്വസ് NaOH, ഡൈല്യൂട്ട് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, അക്വസ് കോപ്പർ സൾഫേറ്റ് യൂസിങ് മെറ്റൽ ഇലക്ട്രോഡ്, അക്വസ് AgNO3 യൂസിങ് ഇനർട്ട് ഇലക്ട്രോഡ്, അക്വസ് AgNO3 യൂസിങ് മെറ്റൽ ഇലക്ട്രോഡ്, അക്വസ് CuCl2. ഇത്രയുമാണ് നിങ്ങൾക്ക് മേജർലി ക്വസ്റ്റ്യൻ വരിക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആനോഡിൽ എന്താണ്, കാത്തോഡിൽ എന്താണ് ഫോം ചെയ്യുക, ഇലക്ട്രോളൈസിസ് പ്രോഡക്റ്റ് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഇപ്പോൾ അക്വസ് CuCl2 എടുക്കുകയാണ്. അക്വസ് CuCl2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക മക്കളെ. അക്വസ് CuCl2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ Cu2 പ്ലസ് അയോൺസ് ഉണ്ട്, Cl മൈനസ് അയോൺസ് ഉണ്ട്. അപ്പോൾ ആനോഡിൽ Cl മൈനസ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്, 2Cl മൈനസ് ഗിവിങ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ, Cl2 പ്രോഡക്റ്റ് വരും. കാത്തോഡിൽ കോപ്പർ Cu2 പ്ലസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു Cu. ഗോട്ട് ഇറ്റ് മക്കളെ? ഫൈൻ. അതേപോലെ തന്നെ ചില സ്പെഷ്യൽ കേസസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൈല്യൂട്ട് H2SO4 എടുക്കുകയാണ്. ഡൈല്യൂട്ട് H2SO4 എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഡൈല്യൂട്ട് H2SO4 എന്ന് പറയുമ്പോൾ SO4 2 മൈനസ് ആനയോൺ ഉണ്ടല്ലോ, അപ്പോൾ SO4 2 മൈനസ് ആയിരിക്കും ഓക്സിഡൈസ്ഡ് ആവുക. അല്ല, ഡൈല്യൂട്ട് H2SO4 എടുക്കുമ്പോൾ കാര്യം നമുക്ക് SO4 2 മൈനസ് ഉണ്ടെങ്കിലും വാട്ടർ മോളിക്യൂൾ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. ആനോഡിൽ വാട്ടർ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ടു ഓക്സിജൻ ആൻഡ് 4H പ്ലസ്. ഈ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. വാട്ടർ ഇറ്റ് സെൽഫ് ഹാസ് എ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്. 2H2O giving you O2 plus 4H plus 4 electron. അപ്പോൾ O2 will be released. കാത്തോഡിൽ H plus getting reduced to H2. ഈ H2SO4 H plus ഉണ്ടല്ലോ, getting reduced to H2. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷൻസിൽ വാട്ടർ തന്നെയായിരിക്കും ഓക്സിഡൈസോ റെഡ്യൂസോ ആവാൻ പോകുന്നത്. ഞാൻ അതേപോലെ വേറെ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ അക്വസ് NaCl യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് എടുക്കുകയാണ്. അക്വസ് NaCl യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്?
കാത്തോഡിൽ Na+ പോവും, ആനോഡിൽ Cl- പോവും. കറക്റ്റാ, കാത്തോഡിലേക്ക് Na+ പോവും, ആനോഡിലേക്ക് Cl- പോവും. പക്ഷേ കാത്തോഡിൽ റെഡ്യൂസ് ആവാൻ പോകുന്ന വാട്ടറാണ്. ബിക്കോസ് അക്വസ് NaCl എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയത് H2O ഹാസ് ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ് മോർ ദാൻ Na+. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ H2O plus 2 electron giving you H2 plus 2 OH-. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് വാട്ടർ. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് വാട്ടർ. നേരത്തെ കണ്ടത് ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് വാട്ടർ. ഇത് റിഡക്ഷൻ. ദിസ് ഇസ് ഹൗ വാട്ടർ ഗെറ്റ് റെഡ്യൂസ്. 2 വാട്ടർ മോളിക്യൂൾസ് 2 ഇലക്ട്രോൺ എടുത്തിട്ട് H2 plus 2 OH-. ആനോഡിൽ Cl2 തരും. ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ കേസസ് നോട്ട് ചെയ്ത് നോക്കുക. അത് തന്നെ മോൾട്ടൺ NaCl ആണെങ്കിൽ, മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ വെള്ളമില്ല, മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ വെള്ളമില്ല. അപ്പൊ Na+ഉം Cl- ഉള്ളൂ. അപ്പൊ കാത്തോഡിൽ Na തരും, ആനോഡിൽ Cl2 തരും. അവിടെ കോമ്പറ്റീഷൻ ഇല്ല വാട്ടറിന്റെ. ഇത് തന്നെ വെരി ഡൈല്യൂട്ട് NaCl ആണെങ്കിൽ, വെരി ഡൈല്യൂട്ട്, നേരത്തെ കണ്ടത് നോർമൽ അക്വസ് NaCl, ഇത് മോൾട്ടൺ NaCl. വെരി ഡൈല്യൂട്ട് NaCl ആണെങ്കിൽ ആനോഡിലും കാത്തോഡിലും വെള്ളമാണ് ഓക്സിഡൈസും റെഡ്യൂസും ആവുന്നത്. ആനോഡിൽ വാട്ടർ ഗെറ്റ്സ് ഓക്സിഡൈസ് ടു ഫോം ഓക്സിജൻ, ഈ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. കാത്തോഡിൽ വാട്ടർ ഗെറ്റ്സ് റെഡ്യൂസ് ടു ഫോം ഹൈഡ്രജൻ, ഈ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ ആണോ മക്കളെ? അതേപോലെ തന്നെ അക്വസ് NaOH. അക്വസ് NaOH എന്ന് പറയുമ്പോൾ Na+ അയോൺസ് ഉണ്ട്, അതിനകത്ത് OH- അയോൺസ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, കാത്തോഡിൽ എല്ലാവരും വിചാരിക്കുക Na+ റെഡ്യൂസ് ആവുമെന്ന്. അല്ല, വാട്ടർ ഗെറ്റ്സ് റെഡ്യൂസ് ടു H2. ആനോഡിൽ OH- ഗെറ്റ്സ് ഓക്സിഡൈസ് ടു O2 and 2H2O and 4E-. ഇത് ഓർത്ത് വെക്കുക കേട്ടോ, ഈ റിയാക്ഷൻസ് ഓർത്ത് വെക്കുക. ഓക്സിജന്റെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0ലേക്ക് പോകും. ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻസ്, ചില റിയാക്ഷൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ OH- ഓക്സിഡേഷൻ ഓർത്ത് വെക്കുക, വാട്ടറിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ഓർത്ത് വെക്കുക. എവിടേക്കാണ് വാട്ടറിന്റെ റിഡക്ഷൻ വരുന്നത്, ഏതൊക്കെ കേസസിൽ, എവിടേക്കാണ് വാട്ടർ ഓക്സിഡൈസ് ആവുന്നത്, ഏതൊക്കെ കേസിൽ. ഫോർ എക്സാമ്പിൾ, വെരി ഡൈല്യൂട്ട് NaCl ഇലക്ട്രോളൈസ് ചെയ്യണമെങ്കിൽ ആനോഡിലും കാത്തോഡിലും വാട്ടറാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ വാട്ടറിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക, വാട്ടറിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. NaOH ആണെങ്കിൽ OH- ഓക്സിഡേഷൻ ഓർത്ത് വയ്ക്കുക, ഓക്സിജൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് വരും. കാത്തോഡിൽ ഇത്. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് യൂസിങ് കോപ്പർ ഇലക്ട്രോഡ്, അതായത് ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ് എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്, പിന്നെ വെള്ളവും ഉണ്ട്. അപ്പൊ കാത്തോഡിൽ Cu2+ plus 2 ഇലക്ട്രോൺ ഗിവിങ് Cu, ഇതാണ് നടക്കുന്നത്. ആനോഡിൽ എന്താ എല്ലാവരും വിചാരിക്കുന്നത്, ഒന്നിലെ SO4 2- അല്ലെങ്കിൽ വാട്ടർ, ഇതായിരിക്കും ഓക്സിഡൈസ് ആവുക. പക്ഷെ ആനോഡിൽ കോപ്പർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കോപ്പർ തന്നെ ഓക്സിഡൈസ് ആവും. യു ആർ യൂസിങ് കോപ്പർ ഇലക്ട്രോഡ്, സോ കോപ്പർ ഇറ്റ്സെൽഫ് ഗെറ്റ്സ് ഓക്സിഡൈസ് ടു Cu2+ plus 2 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നിന്ന് കോപ്പർ കണ്ടെയ്നറിലേക്ക് ചാടും Cu2+ ആയിട്ട്. ആ Cu2+ ആനോഡിൽ റെഡ്യൂസ് ആവും. ഇവിടെ നിന്ന് Cu2+ ഫോം ചെയ്യും, ഈ Cu2+ കാത്തോഡിൽ റെഡ്യൂസ് ആവും. അപ്പൊ കോപ്പർ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ആനോഡിലും കാത്തോഡിലും കോപ്പറിന്റെ റിയാക്ഷൻസ് ആണ്. നേരെ മറിച്ച് ഇതേ കോപ്പർ സൾഫേറ്റ് തന്നെ ഇനേർട്ട് ഇലക്ട്രോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആനോഡിൽ വാട്ടറിന്റെ ഓക്സിഡേഷൻ ആയിരിക്കും, കാത്തോഡിൽ കോപ്പറിന്റെ റിഡക്ഷൻ. ഓക്കെയാണ് മക്കളെ? ഗോട്ട് ഇറ്റ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ അറിയാലോ, 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ പറയുന്നത്, നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെൽ എടുക്കുകയാണ്. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഡെപ്പോസിറ്റ് ആകുന്ന വെയിറ്റ്, അത് എന്തുമായിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, സോഡിയം ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, വെയിറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് പാസ്ഡ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Z into I into T. കാര്യം ചാർജിനെ നമുക്ക് I into T എന്ന് എഴുതാമല്ലോ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് Z വരും. ആ Z എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിവലന്റ് വെയിറ്റ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ്. Equivalent weight by Faraday's constant. Okay makale, fine. And always understand equivalent weight is molecular mass divided by n factor. ഇതറിയാലോ, molecular mass divided by n factor. n factor കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് അലൂമിനിയത്തിൻ്റെ n factor എന്താണ്,
അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അലൂമിനിയം ഫോം ചെയ്യാനായിട്ട് ഇലക്ട്രോളൈസിസിൽ അലൂമിനിയം ഫോം ചെയ്യണം എങ്ങനെയാണ്? Al3++3 ഇലക്ട്രോൺ. അപ്പോൾ അലൂമിനിയത്തിൻ്റെ എൻ ഫാക്ടർ എന്തായിരിക്കും? 3. എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയി നോക്കുക, അത് ഫോം ചെയ്യാനായിട്ട് എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയി നോക്കുക. ഫോർ എക്സാമ്പിൾ O2ൻ്റെ എൻ ഫാക്ടർ, O2ൻ്റെ എൻ ഫാക്ടർ എന്തായിരിക്കും? O2 ഫോം ചെയ്യാനായിട്ട് O2 എങ്ങനെയാണ് ഫോം ചെയ്യാം? O2 ഫോം ചെയ്യുന്നത് രണ്ട് ഓക്സൈഡ് ഓക്സിഡൈസ് ആവുമ്പോൾ അല്ലേ, ഒരു O2 മൈനസ് 2 ഇലക്ട്രോൺ കളയുന്നു, വേറെ O2 മൈനസ് 2 ഇലക്ട്രോൺ കളയുന്നു, അങ്ങനെയാണ് ഓക്സിജൻ ഫോം ആവുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഇൻവോൾവ് ആണ്? 4. സോ ബേസിക്കലി എൻ ഫാക്ടർ 4 ആവുക. ഇനി ക്ലോറിൻ്റെ എൻ ഫാക്ടർ എത്രയായിരിക്കും? ക്ലോറിൻ്റെ എൻ ഫാക്ടർ നിങ്ങൾ നോക്കുക, ക്ലോറിൻ ഫോം ചെയ്യാനായിട്ട് 2 Cl മൈനസ് 2 ഇലക്ട്രോൺ എടുത്ത് കളയണം. സോ ദാറ്റ് മീൻസ് ഒരു Cl2 ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ ഇൻവോൾവ് ആണ്. സോ എൻ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 2. ഓക്കെ മക്കളെ, സിൽവറിൻ്റെയോ? സിൽവർ Ag++ ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ ആയിരിക്കും ഇൻവോൾവ്. Na ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ ആയിരിക്കും, 1 ആയിരിക്കും. അതേപോലെ Mgയുടെ എൻ ഫാക്ടർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് എൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വളരെ ഈസി. ഇപ്പോൾ ഈ ഇലക്ട്രോളൈസിസ് ക്വസ്റ്റൻസിൽ എൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വളരെ ഈസി ടെക്നിക്കാണ്. അത് ഫോം ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണെന്ന് നോക്കുക. ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ ഫാരഡേസ് സെക്കൻഡ് ലോ അറിയാലോ. നമ്മളിപ്പോൾ ഇങ്ങനെ പല ഇലക്ട്രോലൈറ്റിക് സെല്ല് കണക്ട് ചെയ്തു ഇൻ സീരീസ്. ഇതിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്നത് സെയിം കറണ്ടാണെന്ന് വിചാരിക്കുക. ഇതിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്നത് സെയിം കറണ്ടാണ്. If the same current is passed, number of equivalents of substance in the first electrode will be equal to number of equivalents of substance deposited in second electrode, will be equal to number of equivalents of substance deposited in third electrode, will be equal to number of equivalents of substance deposited in fourth electrode. അതായത് സെയിം കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് എല്ലാ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ആവുന്ന, അത് ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ. ഇപ്പോൾ ആദ്യത്തെ ഇലക്ട്രോഡിൽ ക്ലോറിൻ, രണ്ടാമത്തെ ഇലക്ട്രോഡിൽ സോഡിയം, മൂന്നാമത്തെ ഇലക്ട്രോഡിൽ ഓക്സിജൻ, നാലാമത്തെ ഇലക്ട്രോഡിൽ മെഗ്നീഷ്യം, സബ്സ്റ്റൻസ് മാറ്റർ ചെയ്യുന്നില്ല, നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആയിരിക്കും. സെയിം കറണ്ട് പാസ് ത്രൂ സെയിം ടൈം ആണെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഈ നമ്പർ ഓഫ് ഇക്വലൻസ് എന്ന് വെച്ചാൽ എന്താ? ഗിവൺ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് മാസ് ഡെപ്പോസിറ്റഡ് ബൈ ഇക്വലന്റ് മാസ്. സോ W1 by W2, W1 by E1, അതാണ് നമ്പർ ഓഫ് ഇക്വലൻസ് ഇൻ ഫസ്റ്റ് ഇലക്ട്രോഡ്, വിൽ ബി ഈക്വൽ ടു W2 by E2, അതാണ് നമ്പർ ഓഫ് ഇക്വലൻസ് ഇൻ സെക്കൻഡ് ഇലക്ട്രോഡ്, വിൽ ബി ഈക്വൽ ടു W3 by E3. എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അതാണ് നമ്പർ ഓഫ് ഇക്വലൻസ് ഇൻ തേർഡ് ഇലക്ട്രോഡ്. സോ കറണ്ട് സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഡെപ്പോസിറ്റഡ് വിൽ ബി ദ സെയിം. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? ഒരു ലൈക്ക് അടിച്ചേടാ. ചാറ്റ് ബോക്സിൽ അനക്കമില്ലല്ലോ. അവിടെ ഉണ്ടോ നിങ്ങൾ? അവിടെ ഉണ്ടോടാ? മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? കൂൾ. നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും നോക്കുക. An electrolytic cell contains a solution of Ag2SO4 and platinum electrodes. A current is passed until 1.6 grams of oxygen has been liberated at anode. The amount of Ag deposited at cathode. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആനോഡിൽ ഓക്സിജൻ ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് Ag ഡെപ്പോസിറ്റഡ് അറ്റ് കാത്തോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമുക്ക് ഈസിലി മനസ്സിലാവും. We know that from the second law we know that number of equivalents of oxygen will be equal to number of equivalents of Ag. കാര്യം സെയിം ഇലക്ട്രോലൈറ്റിക്സ് അല്ല, കറണ്ട് എന്തായാലും സെയിം ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിജൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് Ag അല്ലേ. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ് ഓഫ് ഓക്സിജൻ divided by equivalent mass of oxygen will be equal to weight of silver deposited, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, divided by equivalent mass of silver. ഇനി equivalent mass of oxygen എന്താ? molar mass divided by n factor. molar mass of O2 എത്ര? 32 divided by n factor of O2 എത്ര? ഞാൻ നേരത്തെ കാണിച്ചു തന്നു, n factor 4 ആണ്. സോ that is equal to 8. ഇനി equivalent mass of silver എന്താ? molar mass of silver divided by n factor 1 ആണ്. സോ that is equal to 108. So W of Ag will be equal to W of O2 divided by E of O2 multiplied by E of Ag. That is nothing but W of O2 എത്ര? 1.6, E of O2 എത്ര? 8 multiplied by E of Ag എത്ര? 108. ഓക്കെ മക്കളെ, 21.6 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, an acidic solution of dichromate is electrolyzed for 8 minutes using 2 ampere current.
8 മിനിറ്റ് 2 ആംപിയർ കറണ്ട് വെച്ചിട്ട് ഇലക്ട്രോളൈസ് ചെയ്തു. ആസ് പെർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതാണ് റിയാക്ഷൻ. The amount of Cr3 plus obtained was 0.104 grams. The efficiency of the processes. അതായത് 0.104 കിട്ടിയുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര കിട്ടണം, അതിൻ്റെ എത്ര ശതമാനമാണ് കിട്ടിയിരിക്കുന്നത്, അതാണ് എഫിഷ്യൻസി. ഓക്കെ, ഇപ്പം എത്ര കിട്ടണം? ഇപ്പോൾ എനിക്ക് 2 കിട്ടണം, 2 grams കിട്ടണം, എനിക്ക് 1 gram കിട്ടിയുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൺലി 50% എഫിഷ്യൻറ്റ്. അപ്പോൾ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്ക് എത്ര കിട്ടാൻ പറ്റും? ആക്ച്വൽ സിറ്റുവേഷനിൽ എത്ര കിട്ടുമായിരുന്നു? ആക്ച്വൽ സിറ്റുവേഷനിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ Z into I into T. ഇതാണ് വെയിറ്റ് ഓഫ് ക്രോമിയം ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഡെപ്പോസിറ്റഡ്. Z എന്ന് പറയുമ്പോൾ എന്താ? ഇക്വലന്റ് മാസ് ഓഫ് ക്രോമിയം, ഇക്വലന്റ് മാസ് ഓഫ് Cr3 പ്ലസ് ഡിവൈഡഡ് ബൈ F ഇൻറ്റു I എത്രയാ? 2 ഇൻറ്റു ടൈം എത്രയാ? 8 ഇൻറ്റു 60. ഓക്കെ, 8 minutes അല്ലേ. ഇക്വലന്റ് മാസ് ഓഫ് ക്രോമിയം എന്താ മക്കളെ? ഇവിടെ ഈ Cr3 പ്ലസ് ഫോം ചെയ്യാനായിട്ട് 2 Cr3 പ്ലസ് ഫോം ചെയ്യാൻ 6 ഇലക്ട്രോൺ ഇൻവോൾവ് ആണ്. 2 Cr3 പ്ലസ് ഫോം ചെയ്യാൻ 6 ഇലക്ട്രോൺ ഇൻവോൾവ്. അപ്പോൾ 1 Cr3 പ്ലസ് ഫോം ചെയ്യാൻ 3 ഇലക്ട്രോൺ ഇൻവോൾവ്. അപ്പോൾ n ഫാക്ടർ 3. ഓക്കെ, ഏതാടാ സാറേ മനസ്സിലായില്ല, എന്താ കൂട്ടാ? എടാ മോട്ടിവേഷൻ ഒന്നേ ഉള്ളൂ. നീ ഇന്നെടുക്കുന്ന വർക്ക് അനുസരിച്ചായിരിക്കും നിന്റെ ജീവിതകാലം മൊത്തം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആലോചിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. അത് നിൻ്റെ ലൈഫ് തന്നെ ഡിസൈഡ് ചെയ്യും. ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. അത് അത്രയും ഇഫക്റ്റീവാണ്. അത്രയും ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു 1.5 മാസം നിങ്ങൾ കട്ടയ്ക്ക് വർക്ക് ചെയ്താൽ ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതാണ് മോട്ടിവേഷൻ. ഞാൻ വെറുതെ പറയുന്നതല്ല. 1.5 മാസം കൊണ്ട് വർക്ക് ചെയ്ത് എങ്ങനെ ലൈഫ് ചേഞ്ച് ചെയ്യുക? കാര്യം ഈ ഒരു എക്സാം, ഒരു നല്ല കോളേജ് എന്നുള്ളത് നിങ്ങളുടെ പേരിൻ്റെ അറ്റത്ത് അത് ഉണ്ടാവും മക്കളെ. ഒരു നല്ല കോളേജ് അത് എപ്പോഴും മരിക്കുന്നവരെ ഉണ്ടാവും. ദാറ്റ് ഈസ് യുവർ മോട്ടിവേഷൻ. ഓക്കെ, പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത നിങ്ങളുടെ പേരൻസും എല്ലാവരെയും നോക്കുക. അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ടീച്ചേഴ്സ്, അതൊക്കെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ ടു എക്സൽ ഇൻ ലൈഫ്. ജീവിതത്തിലെ ഒരു ബെസ്റ്റ് സ്ഥലത്ത് എത്തണം, അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. ഈ 1.5 മാസം വർക്ക് ചെയ്താൽ ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് മോർ ദാൻ ഇനഫ്. ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ലൈഫിനെ മാറ്റി ഉറയ്ക്കാൻ പറ്റും മക്കളെ. ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും, കുറേ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടും, കുറേ എന്താ പറയുക പെർസ്പെക്റ്റീവ് കിട്ടും, കുറേ ഹാപ്പിനെസ് കിട്ടും ഈ 1.5 മാസം കട്ടയ്ക്ക് വർക്ക് ചെയ്താൽ. പക്ഷേ ഈ 1.5 മാസം കട്ടയ്ക്ക് വർക്ക് ചെയ്യണം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നോക്കിക്കേ മക്കളെ. അപ്പം ഈക്വലന്റ് മാസ് ഓഫ് Cr3 പ്ലസ് എത്ര? ഈക്വലന്റ് മാസ് ഓഫ് Cr3 പ്ലസ് എന്ന് പറയുമ്പോൾ മോളാർ മാസ് ഡിവൈഡഡ് ബൈ 3 ആണ് വരിക. കാര്യം എന്താ? n ഫാക്ടർ 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 52 ഡിവൈഡഡ് ബൈ 3f ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 60. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? 52 ഡിവൈഡഡ് ബൈ 3f ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 60 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടേണ്ട മാസ്. പക്ഷെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മാസ് അല്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ശതമാനമാണ്. ദാറ്റ് മീൻസ് സം x/100 ഓഫ് ദിസ്. x/100 ഓഫ് ദിസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ആക്ച്വൽ മാസ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ആ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് പെർസെൻറ്റേജ്? സോ ബേസിക്കലി x/100 ഓഫ് 52/3f into 2 into 8 into 60 is equal to the mass given 0.104. ഇതിൽ നിന്ന് നിങ്ങൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല സമയപരിമിതി കാരണം. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ മക്കളെ. 96500 ഡിവൈഡഡ് ബൈ 104 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ബേസിക്കലി ഇവിടെ 60 കിട്ടും. യെസ്, സോ എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 60%. മനസ്സിലായ മക്കളെ? അതായത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന മാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്തിട്ട് കിട്ടേണ്ട മാസം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന മാസം ഇത്രേ ഉള്ളൂ. കിട്ടേണ്ട മാസം എന്ന് വെച്ചാൽ ഇത്രയാണ് നമുക്ക് വേണ്ടിയിരുന്നത്.
അതിൻ്റെ ഒരു ശതമാനം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് വാട്ട് വി ഷുഡ് ബി ഗെറ്റിംഗ്, നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അതിൻ്റെ ഒരു X%, അതായത് X/100 ഓഫ് ദിസ് ഇസ് ദിസ്. ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ മക്കളെ? Got it? Is that clear, my dear champions? So X is equal to 60. Got it? Okay ആണോ? നെക്സ്റ്റ് വൺ നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. A solution of NiNO3 twice is electrolyzed between platinum electrodes using 0.1 Farad electricity. How many moles of Ni will be deposited? മക്കളെ, Ni2 plus 2 electron giving you Ni. നമുക്ക് 1 മോൾ Niക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 മോൾ ഇലക്ട്രോൺസ് ആണ് അല്ലേ? 2 മോൾസ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ചാർജ് എന്താ? 2 ഫാരഡേ. നിങ്ങൾക്കറിയാലോ 1 ഫാരഡേസ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്. 1 ഫാരഡേസ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ 1 മോൾ ഓഫ് നിക്കലിന് വേണ്ടി 2 മോൾസ് ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഇസ് 2 ഫാരഡേ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ 0.1 മോളാണ് നമുക്ക്, 0.1 ഫാരഡേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 0.1 ഫാരഡേ. 0.1 ഫാരഡേ എന്ന് പറയുമ്പോൾ 2 ഫാരഡേ 1 മോള് തരും. 2 ഫാരഡേ 1 മോള് തരും. സോ ബേസിക്കലി എല്ലാവരും നോക്കിയേ മക്കളെ, അപ്പോൾ 0.1 ഫാരഡേ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 0.1 അല്ലേ വരിക? 0.05 മോൾ അല്ലേ കിട്ടുക? 0.05 മോൾസ്. നിങ്ങൾ തന്നെ നോക്ക്, അതായത് 1 മോൾ ഓഫ് Ni is given by 2 Faraday. So 1/2 Faraday into 0.1 Faraday. 0.1 Faraday എത്ര തരും നോക്കിയാൽ മതി. Got it? ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ്. ഇത് ഇങ്ങനെയും സോൾവ് ചെയ്യാം. ഓക്കെ ആണോ മക്കളെ? Got it? അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോർമുലയിൽ ഇട്ട് സോൾവ് ചെയ്യാം. അതായത് നിങ്ങൾ നോക്കുക, 0.1 Faraday എന്ന് പറയുമ്പോൾ ചാർജ് എത്രയായി? 0.1 ഇൻറ്റു 96500. ഓക്കെ, ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ Z is equal to വെയിറ്റ്. എന്നിട്ട് ആ വെയിറ്റ് കണ്ടുപിടിച്ച് അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. അതിന് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, 2 മോൾ ഓഫ് ഇലക്ട്രോൺസ് gives you 1 മോൾ ഓഫ് നിക്കൽ. That means 2 Faraday gives you 2 moles of electrons, which 2 Faraday gives you 1 mole. So 1 mole given by 2 Faraday. So how many moles is given by 0.1 Faraday? Multiply that by 0.1. 0.05. Okay, simple mathematics. Okay, നമുക്ക് നെക്സ്റ്റ് കിടക്കാം ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. ഗാൽവനിക് സെല്ല് കഴിഞ്ഞു, ഇലക്ട്രോലൈറ്റിക് സെല്ല് കഴിഞ്ഞു, ഇനി ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താണ് മക്കളെ? ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബേസിക്കലി നമുക്കൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ഈസ് ആക്ടിങ് ആസ് ദ കണ്ടക്ടർ ഓവർ ദർ. ആ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ബാറ്ററിയുടെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിലെടുത്ത ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കാറ്റയോൺസും ആനയോൺസും ആണ് ശരിക്കും പറഞ്ഞാൽ അനങ്ങിയിട്ട് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ കുറച്ച് സെറ്റ് ഓഫ് ഫോർമുലാസ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുലാസ്. റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇൻറ്റു L/A. L എന്താണെന്ന് അറിയാലോ? എല്ലും എയും എന്താണെന്ന് അറിയാലോ മക്കളെ? എല്ലും എയും എന്താണെന്ന് അറിയാലോ? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ലെങ്ത്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ആ ഇലക്ട്രോഡിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. കണ്ടക്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് കപ്പ ഇൻറ്റു A/L. യൂണിറ്റ് വരുന്ന Ohm⁻⁻1 സീമെൻസ്. കപ്പ ക്യാൻ ബി റിട്ടൺ ആസ് G ഇൻറ്റു G സ്റ്റാർ. G എന്ന് വെച്ചാൽ കണ്ടക്ടൻസ്, G സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റ്. G സ്റ്റാർ അറിയാലോ മക്കളെ? G സ്റ്റാർ ഈസ് നത്തിങ് ബട്ട് സെൽ കോൺസ്റ്റൻറ്റ് കേട്ടോ. സോ ബേസിക്കലി സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, കണ്ടക്ടൻസ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി ഈസ് G ഇൻറ്റു G സ്റ്റാർ ഡയറക്ട്ലി. ഓക്കെ, പിന്നെ മോളാർ കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ 1 മോൾ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. മോളാർ കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് കപ്പ ഇൻറ്റു 1000/m. ഈ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ⁻⁻1. മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ⁻⁻1. അതായത് ഇവിടെ കപ്പ നിങ്ങൾ സീമെൻസ് പെർ സെൻറ്റിമീറ്ററിൽ എടുക്കണം, എന്നിട്ടേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു യൂണിറ്റ് സീമെൻസ് പെർ മീറ്ററിൽ കപ്പ തരികയാണെങ്കിൽ അത് സീമെൻസ് പെർ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാം. കീപ് ദാറ്റ് ഇൻ മൈൻഡ്.
Equivalent conductance is kappa into 1000 by normality. Siemens centimeter square equivalent raised to -1 ആണ് യൂണിറ്റ് വരിക. മോളാർ കണ്ടക്ടൻസ് ബൈ ഇക്വലന്റ് കണ്ടക്ടൻസ് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമാലിറ്റി ബൈ മൊളാരിറ്റി കിട്ടും, വിച്ച് ഇസ് നത്തിങ് ബട്ട് n factor. കാര്യം നോർമാലിറ്റി ഈസ് മൊളാരിറ്റി ഇൻറ്റു n factor അല്ലേ, നോർമാലിറ്റി ഈസ് മൊളാരിറ്റി ഇൻറ്റു n factor. ഡിവൈഡ് ദാറ്റ് ബൈ മൊളാരിറ്റി n factor കിട്ടും. ഇനി ഒരു ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ ഡൈല്യൂട്ടിങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്നറിയോ? എല്ലാവരും നോക്കുക, ഞാനൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ NaCl ഡൈല്യൂട്ട് ചെയ്യുക, NaCl സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുക. ഇനീഷ്യലി ഈ Na+ അയോൺസും Cl- അയോൺസും അടുത്തടുത്താണ്, അവർക്ക് അനങ്ങാൻ ഭയങ്കര പാടാണ്. കാര്യം അവരുടെ ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, അത് തന്നെ അവർക്ക് അനങ്ങാൻ കുറച്ച് പാടാണ്, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഈ വെള്ളം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? Na+നും Cl- ഇടയിൽ വെള്ളം കയറി വരും, അപ്പോൾ അവർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടും, അപ്പോൾ അവന്മാർക്ക് അനങ്ങാൻ എളുപ്പമാവും. ദാറ്റ് മീൻസ് ഇൻ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മൊബിലിറ്റി ഓഫ് അയോൺസ് ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. അങ്ങനെ മൊബിലിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയാലോ. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് A ഇൻറ്റു √C. √C എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അതായത് ഈ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും ഈ വാല്യൂ കൂടിക്കൊണ്ടുവരും, ഈ വാല്യൂ കൂടിക്കൊണ്ടുവരും. നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഗ്രാഫ് നോക്കിക്കാൻ മക്കളെ, മോളാർ കണ്ടക്ടൻസ് y ആക്സിസ്, √C x ആക്സിസ്. √C കുറയ്ക്കും തോറും, അതായത് ഡൈല്യൂഷൻ കൂട്ടുകയാണ്. C കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ കുറയ്ക്കുക, ഡൈല്യൂഷൻ കൂട്ടുക. ദിസ് ഇസ് ഇൻക്രീസിങ്. അവസാനം കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് 0 എത്തുമ്പോൾ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എയുടെ വാല്യൂ, A ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം NaCl-ഉം KCl-ഉം സെയിം A വാല്യൂ ആയിരിക്കും. കാര്യം എന്താ? അവർ 1:1 ടൈപ്പാണ്. BaCl2 MgCl2 സെയിം A വാല്യൂ ആയിരിക്കും, അവർ 1:2 ടൈപ്പാണ്. ഇതിവിടെ NCERT-ൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് A ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ആൻഡ് ഡെൽറ്റ നോട്ട്, അതായത് ലാംഡ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ വേറെ കുറേ ഫാക്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ KCl-ന് ലാംഡ നോട്ട് വേറെ ആയിരിക്കും, NaCl-ന് വേറെ ആയിരിക്കും. ഇവിടെ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? റേഷ്യോ ഓഫ് കാറ്റയോൺസ് ടു ആനയോൺ. അതായത് 1:1 ടൈപ്പുള്ള എല്ലാ ഇലക്ട്രോലൈറ്റിനും A വാല്യൂ സെയിം ആയിരിക്കും. NaCl, KCl, LiCl, NaI, NaBr, ഇതിനൊക്കെ A വാല്യൂ സെയിം ആയിരിക്കും. സോ A വാല്യൂ എന്ന് വെച്ചാൽ എന്താ? സ്ലോപ്പാണ്. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ സ്ലോപ്പ് ഓഫ് LiCl, NaCl, KCl ഇവരുടെ എല്ലാവരുടെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതേപോലെ തന്നെ ഡൈല്യൂഷനിൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. കപ്പ എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടിവിറ്റി ഓഫ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിക്രീസസ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ ഞാൻ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ആർ ഡൈല്യൂട്ടിങ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്, നമ്പർ ഓഫ് അയോൺസ് തന്നെ കൂടും. എന്ത് കൂടും? നമ്പർ ഓഫ് അയോൺസ് തന്നെ കൂടും. കാര്യം ഡിസോസിയേഷൻ കൂടും, അതുകൊണ്ട് കണ്ടക്ടൻസ് നന്നായിട്ട് കൂടും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മോളാർ കണ്ടക്ടൻസ് എന്തുകൊണ്ടാണ് കൂടുന്നത്? മൊബിലിറ്റി കൂടുന്നുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓൾറെഡി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണ്. ഇപ്പോൾ 100 NaCl എടുത്താൽ അത് 100 Na+, 100 Cl- ഉണ്ട്, ഓൾറെഡി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണ്. വെള്ളം ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അയോൺസ് ഫോം ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ടും മോളാർ കണ്ടക്ടൻസ് കൂടുന്നുണ്ട്. കാര്യം എന്താ? അവരുടെ മൊബിലിറ്റി കൂടുന്നുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസ് അങ്ങനെയല്ല. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് തന്നെ കൂടും, ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് തന്നെ കൂടും. കാര്യം കൂടുതൽ ഇപ്പൊ അസറ്റിക് ആസിഡ് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ അസറ്റിക് ആസിഡ് അയോൺസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ഇത് കൂടുന്നത്, മോളാർ കണ്ടക്ടൻസ് കൂടുന്നത്. പക്ഷെ സ്പെസിഫിക് കണ്ടക്ടൻസ് അപ്പോഴും രണ്ടിൻ്റെയും കുറയും കേട്ടോ. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വോള്യത്തിലെ കണ്ടക്ടൻസ് ആണ്. കപ്പ എന്ന് വെച്ചാൽ യൂണിറ്റ് വോളിയം. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് വോള്യത്തിലെ നമ്പർ ഓഫ് അയോൺസ് കുറയും. കാര്യം എന്താ? അവിടെ വെള്ളം കയറി വരും. ഇപ്പോൾ ഈ ഒരു വോള്യത്തിൽ 2 കാറ്റയോണും 2 ആനയോണും ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ വെള്ളം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിലേക്ക് വെള്ളം കയറി വന്ന് ചിലപ്പോൾ ഒരു കാറ്റയോണും ആനയോണും ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയും. അപ്പോൾ കണ്ടക്ടൻസ് പെർ യൂണിറ്റ് വോളിയം കുറയും. പെർ യൂണിറ്റ് വോളിയം കണ്ടക്ടൻസ് കുറയും. പക്ഷെ മോളാർ കണ്ടക്ടൻസ് കൂടും കേട്ടോ. മോളാർ കണ്ടക്ടൻസ് കൂടും 2 സ്ഥലത്തും, സ്പെസിഫിക് കണ്ടക്ടൻസ് 2 സ്ഥലത്തും കുറയും. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ. നോക്കിയ മക്കളെ,
റോക്കറ്റ് വിട്ട പോലെയാണ് ഡൈല്യൂഷൻ നടത്തുമ്പോൾ കൂടുന്നത്. ഇവിടെ പതിയെ കൂടുന്നുള്ളൂ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ. കാര്യം ഇവിടെ നമ്പർ ഓഫ് അയോൺസിന് മാറ്റം വരുന്നില്ല. മൊബിലിറ്റി കാരണമാണ് കണ്ടക്ടൻസ് കൂടുന്നത്. ഇവിടെ നമ്പർ ഓഫ് അയോൺസ് കൂടുന്നതുകൊണ്ട് ഷുറെന്നും പറഞ്ഞു കൂടും മോളാർ കണ്ടക്ടൻസ്. ഓക്കെയാണ് മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും നോക്കിക്കേ. ഇഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് മെർക്കുറി ഇസ് 1.07 into 10 power 6, 10 power 6 ആണ് ഇവിടെ വരേണ്ടത്, 10 power 6, and the resistance of a cell containing mercury is 0.243, then the cell constant of the cell is, cell constant ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ നമുക്കറിയാം G into G star is equal to kappa. That means G star is kappa by G. That is kappa by G എന്ന് വെച്ചാൽ kappa by conductance. That means kappa into resistance. Kappa into resistance. Kappa എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടിവിറ്റി. അതാണ് 1.07 into 10 power 6 എന്ന് തന്നേക്കണം. റെസിസ്റ്റൻസ് എത്ര? 0.243. കഴിഞ്ഞു. ആ ഫോർമുലാസ് ഓർത്ത് വെച്ചാൽ ടക്ക് എന്ന് കാര്യം കഴിയും മക്കളെ. This will be equal to 26 into 10 power 4. 26 ആണ് ആൻസർ. ഓക്കെ, അതുകൊണ്ടാണ് സാർ ഈ ലിസ്റ്റ് ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് വെച്ചിട്ടേ ചോദ്യം വരുള്ളൂ. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്, ഈ പേജിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ഡീറ്റെയിൽസ് റിക്വയർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ വിത്ത് സെൽ കോൺസ്റ്റന്റ് 1.14 centimeter is to -1 containing 0.001 molar KCl at 298 Kelvin is 1500. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദ മോളാർ കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല എന്താ? കപ്പ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. ഈ കപ്പയുടെ ഫോർമുല എന്താ? G ഇൻറ്റു G സ്റ്റാർ. സോ G ഇൻറ്റു G സ്റ്റാർ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. G എന്താണ്? റെസിസ്റ്റൻസ് ആണ്. G എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്. ദാറ്റ് ഈസ് 1 ബൈ റെസിസ്റ്റൻസ്. സോ G സ്റ്റാർ ബൈ റെസിസ്റ്റൻസ് G star by resistance into 1000 by M എന്ന് വരും. G star എന്താ? സെൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 1.14. റെസിസ്റ്റൻസ് എത്രയാ? 1500 ഇൻറ്റു 1000. കണ്ട പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ ഫോർമുലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0.001 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 760 ആണ് ആൻസർ വരിക. ഓക്കെ, മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ അക്വ സൊല്യൂഷൻ ഇസ് ഗിവൺ. മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. നോക്കിക്കേ മക്കളെ, ദിസ് ഇസ് ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ അല്ല. സോ ബേസിക്കലി ഡെഫിനറ്റ്ലി അസറ്റിക് ആസിഡ് ആയിരിക്കും ആൻസർ വരിക. HCl അല്ല, NaCl അല്ല, KNO3 അല്ല. ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. അസറ്റിക് ആസിഡ് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് കോൾ-റോഷസ് ലോ. അറിയാലോ മക്കളെ, കോൾ-റോഷസ് ലോ പറയുന്നത് എന്താണ്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് AXBY എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് X ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് പ്ലസ് Y ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺസ്. ഇത് തന്നെ ഇക്വിവലന്റ് കണ്ടക്ടിവിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് കാറ്റയോൺസും നമ്പർ ഓഫ് ആനയോൺസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഡിറൈവേഷനിൽ ഞാൻ കാണിച്ചു തരുന്നില്ല, പക്ഷെ നമുക്ക് ടൈമില്ല. Equivalent conductivity at limiting conditions is equivalent conductivity of cation plus equivalent conductivity of anion. Number of cations and number of anions വെച്ച് multiply ചെയ്യണ്ട. Degree of dissociation is molar conductance by limiting molar conductance or equivalent conductance by limiting equivalent conductance. Ka dissociation constant is C alpha square by 1 minus alpha. ഈ ആൽഫയ്ക്ക് പകരം ഇത് ഇടുക, അപ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടും. C lambda m square by lambda naught m into lambda naught m minus lambda m. ഇതുകൊണ്ട് ഉപയോഗം എന്താണ് മക്കളെ? കോൾ-റോഷസ് ലോ കൊണ്ടുവന്നിട്ട് വി ക്യാൻ ഫൈൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. മക്കളെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കിട്ടും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഇത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് എവിടെ കൊണ്ടാ തൊടുക എന്ന് പറയാൻ പറ്റില്ല. അത് റോക്കറ്റ് വിട്ട പോലെ പോവുക. അപ്പോൾ അത് നമുക്ക് കോൾ-റോഷസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ? ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ ഒരു ബോക്സ് ഉണ്ട് NCERT-യിൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് ഡിഫറെൻറ്റ് അയോൺസ്. അത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഓർഡർ സാർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവ് ഇത് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. H+ൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഇസ് വെരി 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 ഹൈ.
H പ്ലസിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഇസ് എക്സ്ട്രീംലി ഹൈ. അപ്പോൾ H പ്ലസിനൊപ്പം ആര് വന്നാലും അവരുടെ ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് വിൽ ബി എക്സ്ട്രീംലി ഹൈ. ഇതെപ്പോഴും മനസ്സിലാക്കുക. 349.6 ആണ് H പ്ലസിന്. അതിൻ്റെ ഒപ്പം ആര് വന്നാലും വിൽ ബി വെരി ഹൈ. വേറെ ഏത് കോമ്പിനേഷൻ വന്നാലും H പ്ലസിന് അടുത്ത് വരില്ല. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The limiting molar conductivity of KCl is higher compared to that of acetic acid. KCl is higher that of compared to acetic acid. ഒരിക്കലുമല്ല, acetic acidൻ്റെ ഹയർ. കാര്യം ഇവിടെ അസറ്റേറ്റ് അയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് പ്ലസ് H പ്ലസിന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. H പ്ലസ് വന്നാൽ തന്നെ മനസ്സിലാക്കുക ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഹയസ്റ്റ്. ഇവിടെ K പ്ലസ് ആൻഡ് Cl മൈനസ് ഉള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ നോക്കിക്കേ. Cl മൈനസിന് 76.3, ഇത് 73.5. ഇവിടെ 349.6ഉം 40.9. ദാറ്റ് ഇസ് വേ ഹയർ. അപ്പോൾ H പ്ലസ് വന്നാൽ ഇറ്റ് ഈസ് വേ ഹയർ. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇതും തെറ്റാണ്. സോ ബേസിക്കലി ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഫാൾസ്. ഓക്കെ ആണ് മക്കളെ. വേറെ ഒരെണ്ണം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് ബിറ്റ്വീൻ മോളാർ കണ്ടക്ടൻസ് വേഴ്സസ് റൂട്ട് സി ഈസ് കറക്റ്റ്? NaClൻ്റെയും KClൻ്റെയും ഗ്രാഫാണ്. ഞാൻ പറഞ്ഞു NaCl KCl 1:1 ടൈപ്പാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്ലോപ്പ് സെയിമാണ്. ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ മക്കളെ? ഗ്രാഫ് λm is equal to λm0 minus a root c. അപ്പോൾ ഈ എയുടെ വാല്യൂ രണ്ടിൻ്റെയും സെയിമാണ്. KCl NaCl രണ്ടും 1:1. ഇവിടെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ആരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ആയിരിക്കും കൂടുതൽ? NaCl ആയിരിക്കും KCl ആയിരിക്കും? KCl ആയിരിക്കും. കാര്യം KClൻ്റെ നോക്കിക്കേ മക്കളെ, KClൻ്റെ കാറ്റയോണിൻ്റെ വാല്യൂ കൂടുതലാണ് Na പ്ലസിനേലും. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് K പ്ലസ് ഇസ് ഗ്രേറ്റർ ദാൻ Na പ്ലസ്. ആനയോൺ രണ്ടുപേരുടെയും സെയിമാണ്. പക്ഷെ കാറ്റയോൺ K പ്ലസിൻ്റെ കൂടുതൽ. കാറ്റയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് K പ്ലസിൻ്റെ കൂടുതൽ. സോ ബേസിക്കലി ഈ Y ഇന്റർസെപ്റ്റ് ഇവിടെ ആയിരിക്കും കൂടുതൽ KClൻ്റെ. സോ ദിസ് വിൽ ബി ദ വൺ. സ്ലോപ്പ് രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. ബട്ട് Y ഇന്റർസെപ്റ്റ് KClൻ്റെ ആയിരിക്കും കൂടുതൽ. മനസ്സിലായ മക്കളെ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം. The equation that is incorrect is lambda naught of NaBr minus lambda naught of NaI is equal to lambda naught of KBr minus lambda naught of NaBr. അതെന്തായാലും തെറ്റാ. കാര്യം ഇവിടെ NAയുടെ രണ്ടും ക്യാൻസൽ ആയി പോകും. പക്ഷെ Br മൈനസ് മൈനസ് I മൈനസ് ഇവിടെ വരും. ഇവിടെയോ? ഇവിടെ Br മൈനസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ K പ്ലസ് മൈനസ് Na പ്ലസ് എന്നാവും. ഇവിടെ ലാംഡ നോട്ട് ഓഫ് K പ്ലസ് മൈനസ് ലാംഡ നോട്ട് ഓഫ് Na പ്ലസ് എന്ന് വരും. കാര്യം Br മൈനസ് രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. ഇവിടെ ലാംഡ നോട്ട് ഓഫ് Br മൈനസ് മൈനസ് ലാംഡ നോട്ട് ഓഫ് I മൈനസ്. സോ ബേസിക്കലി അത് തന്നെയാണ് തെറ്റ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു മക്കളെ. അത് അത്രയുമേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും മേജർ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗോ ത്രൂ ഇറ്റ് വൺസ് അഗെയിൻ. NCERT ഒന്നും കൂടി വായിച്ചു നോക്കുക. അതിന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. തിയറിയൊക്കെ ഒന്നും കൂടി നോക്കുക. പ്രോബ്ലംസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ മോട്ടിവേറ്റഡ്. ബൈ.